Good afternoon. Good afternoon. Good afternoon, ma'am. Okay, we can start, please. പ്രയർ ഞാനാണ് മിസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മലയാളത്തിൽ ചൊല്ലിയിരുന്നു പ്രയർ. അതിന്റെ ഇംഗ്ലീഷാണ്. ട്യൂണൊന്നും വലിയ ശരിയല്ല, എന്നാലും ഞാൻ ഉണ്ടാക്കിയ ഒരു ട്യൂൺ വെച്ചിട്ട്. Make the power of God in mind, generate the seed of God, and glorify that human ambience. Put the light over the world, put the light over the world, put the light over the world. മലയാളം ഏതായിരുന്നു? ദൈവം എന്ന ശക്തി, അങ്ങനെ കുറച്ചുണ്ട്. ഓക്കെ, എനിക്ക് കുറെ പേരുടെയൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഐ എം വെരി സോറി. ഇങ്ങനെ അസൈൻമെന്റ് ഇടാമോ, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പിന്നെ റെസ്പോണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എനിക്കത് പറ്റിയില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് അത് വരാനായിട്ട്. അപ്പൊ ചിലപ്പോ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. ഒരു പേജ് മതി എന്ന് പറഞ്ഞ കാരണം അതിനനുസരിച്ച് അത് ശരിയാക്കി അത് ഒരു പേജ് വന്നിട്ടുണ്ടാകും. പിന്നെ വരും വിത്തിൻ ടൈം. അസൈൻമെന്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പ്ലീസ്. ഇനി എന്താ, വാട്ട്സ് നെക്സ്റ്റ് തോട്ട് ഫോർ ദ ഡേ? ഞാനൊരു ഉംറാസ്. വിജയിക്കാൻ ഞാനിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഓക്കെ. Okay, then you sign in. ഞാന് സ്നേഹ പറയട്ടെ. സ്നേഹ. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ്. ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. ഈരടികൾ മുതൽ നാലുവരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിലേറെ. ലളിതമായ ഭാഷയിൽ ഭാഷാശുദ്ധിയോടെ അദ്ദേഹം എഴുതിയിട്ട വരികൾ സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടികളായിരുന്നു എന്ന് തന്നെ പറയാം. കുഞ്ഞുണ്ണിക്കൊരു മോഹം, എന്നും കുഞ്ഞായിട്ടു രമിപ്പാൻ, കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ടു മരിക്കാൻ. ഇതായിരുന്നു കുഞ്ഞുണ്ണി മാഷിന്റെ വലിയ ആഗ്രഹം. കുഞ്ഞുങ്ങൾക്ക് രസിക്കുന്ന കവിതകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുമുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. വ്യക്തികൾ കൂട്ടായ്മകളിൽ നിന്നകന്ന സ്വന്തം സ്വകാര്യതകൾ രൂപപ്പെടുത്തി അന്യർക്ക് പ്രവേശനമില്ലാത്ത വിധം തനിയത്താകുന്ന വർത്തമാനകാലത്തിന്റെ തേങ്ങലാവുകയാണ് ഈ കവിത. ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ടനുള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണെനിക്കെന്നും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടിക്കവിതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വെൽക്കം ടു ഓൾ. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ആ ഒരു ഇനി ഉണ്ടോ ആരെങ്കിലും സൈൻ ഇൻ? അഞ്ജലി, അത് പറയാനാണോ? നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ഇത് കേട്ടപ്പോ ഞാൻ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് ഇല്ലേ, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, അതിലെ കാര്യം ഓർക്കുവാണ്. കാരണം എനിക്കുമുണ്ടൊരു ലോകം, നിനക്കുമുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ആ വി ഫീല് പലപ്പോഴും പലർക്കും വരാറില്ല. ഐ ഫീലാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് അല്ലെ. സോഷ്യൽ വെൽനസ് എന്നൊരു കാര്യമുണ്ട് നമുക്ക് വെൽനസ്സിൽ. സോഷ്യൽ വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നു, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം, ഒരു സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ അർത്ഥം നമ്മള് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾക്കറിയാം, മാരേജ് എന്ന് പറയുന്നത് പവിത്രമായ ഒരു റിലേഷൻഷിപ്പാണ്. അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ആളുകള് അല്ലാതെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, ലൈക്ക് ലിവിങ് ടുഗദറോ അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇതൊക്കെയൊക്കെ ഉണ്ടല്ലോ, എന്തോ അതൊന്നും സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഏതൊരു റിലീജിയസ് ബിലീഫ് ട്രഡീഷനിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു
നോട്ട് എന്ന് പറയുന്നത് അവരുടേതായ രീതിയിലുള്ള ഒരു മാരേജ് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം? ഞാനൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് ഫ്രീഡത്തിനെ ഒന്ന് വേറൊരു വേർഷനിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഫ്രീഡം എന്ന് പറയുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ജസ്റ്റ് തിങ്ക് ബാക്ക്, നമ്മൾ ജനിച്ചു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വളരുന്നു, അല്ലെ, ഓരോ എൻവയോൺമെന്റിൽ നമ്മൾ വരുന്നു. ഇതിന് വേണ്ടുന്നതെല്ലാം നമ്മൾക്ക് തരുന്നതാരാ? മദർ നേച്ചർ, അല്ലെ, നമ്മളുടെ പ്രപഞ്ചം, യൂണിവേഴ്സ് ആണ് നമുക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ടർ, ഫുഡ് ഐറ്റംസ്, ഷെൽട്ടർ, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് യൂണിവേഴ്സിൽ നിന്നാണ്. സോ വി ഹാവ് ടു കോൺട്രിബ്യൂട്ട്. എല്ലാം നമ്മൾ ഇങ്ങോട്ട് വാങ്ങുക, തിരിച്ചെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കണം, അല്ലെ. സോ വി ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടു ദി നേച്ചർ. നമുക്ക് ആ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം. സോ അവിടെയാണ് സോഷ്യൽ വെൽനെസിന്റെ ഇമ്പോർട്ടന്റ്. സോഷ്യൽ ഇന്ററാക്ഷൻ മാത്രമല്ല, സോഷ്യൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ സൊസൈറ്റിയുടെ ഒരു പാർട്ടായി മാറുക. ഞാനും ഈ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിലുള്ളതാണ്. ചെറിയ രീതിയിൽ നോക്കുമ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ താമസിക്കുന്നു, അവിടെ ഫംഗ്ഷൻസ് വരുന്നു, ആനുവൽ മീറ്റ് വരുന്നു, അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, വാട്ട് എവർ ഇറ്റ് ബി, അങ്ങനെ സെലിബ്രേഷൻസ്, പെരുന്നാളുകള്, ഉത്സവങ്ങള്, അങ്ങനെയൊക്കെ വരുന്നു, അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോ എല്ലാവരും പങ്കെടുക്കും. എല്ലാ ഉത്സവങ്ങളും എല്ലാ ആഘോഷങ്ങളും അതിൽ ഭയങ്കര യൂണിറ്റി ഉണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാട്ടോ. എല്ലാവരും എല്ലാ ആഘോഷങ്ങളും ചെയ്യും. നോമ്പ് നോക്കും, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കും, അങ്ങനെ എല്ലാരും ചെയ്യും. ഓണം ആഘോഷിക്കും, ഓണത്തിന് പൂക്കളം ഇടും, അതും എല്ലാരും ചെയ്യും. ക്രിസ്മസിന് സ്റ്റാർ കെട്ടും, അതും ആ സമയത്ത് അതിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെ എല്ലാം എല്ലാരും ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ നമ്മളൊരു സൊസൈറ്റിയുടെ പാർട്ടാകുന്നു, ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകുന്നതാണ് നമ്മളുടെ സോഷ്യൽ വെൽനെസ്. അതേസമയം നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പുതിയൊരു ഫാമിലി താമസിക്കാൻ വരുന്നു, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സംസാരിക്കാൻ ഒരാള്, പുതിയ ഒരാള്, നമുക്കൊരു ഒരു സുഹൃത്ത്, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഒരാളും കൂടെ ആയി എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവര് നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല, നമ്മളോട് സംസാരിക്കില്ല, അങ്ങനെ അവരൊട്ടും സോഷ്യലൈസ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ. സോ ദാറ്റ് മീൻസ് അവരുടെ സോഷ്യൽ വെൽനെസ് വളരെ ലോ ആണ്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് എന്റെ ലോകം നിന്റെ ലോകം നമ്മുടെ ലോകം എന്നുള്ള ഫീലിലേക്ക്, ആ വി ഫീൽ, അതിലേക്ക് വരാനായിട്ട് ആളുകൾക്ക് കുറെ മടിയായി വരുക. പല പല പ്രശ്നങ്ങളുടെ ഭാഗമുണ്ട്. അല്ലാതെ നമ്മളുടെ വൈബിൽ വരുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ആവുന്നതിൽ ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. സോഷ്യലൈസ് ചെയ്യണം. കുട്ടികളുടെ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യലൈസ് ചെയ്യുന്നതിലൂടെ കുറെ ചേഞ്ചസ് വരുന്നുണ്ട്. സോഷ്യലൈസ് ചെയ്യുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിന് വ്യത്യാസം വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. സോഷ്യലൈസ് ചെയ്യുമ്പോൾ അവർ പോകുന്ന ഗ്രൂപ്പുകൾ, അവരുടെ ഫ്രണ്ട് സർക്കിൾ, അത് ശ്രദ്ധിക്കുക. ഫ്രണ്ട് സർക്കിൾ നോക്കുക. ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രണ്ട് അതിലുണ്ടോ എന്നുള്ളത് നോക്കുക. പീർ ഗ്രൂപ്പ് നോക്കുക. കാരണം ഒരു അഡോളസൻസ് ആവുമ്പോൾ, കാലമാകുമ്പോഴേക്കും പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഭയങ്കര. അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവള് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അവരുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. അത് ഇപ്പൊ ഒരു നെഗറ്റീവ് റൂട്ടിലേക്ക് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പീർ ഗ്രൂപ്പ് ആണെങ്കിൽ അത് വളരെ ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പൊ കുട്ടികൾ അങ്ങനെ ഫ്രണ്ട് സർക്കിളിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ പാരന്റ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അപ്പൊ പാരന്റ്സിന്റെ ഒരു ഗ്രൂപ്പ് ആകുമ്പോഴേക്കും അവർക്കൊരു സെക്യൂർ ഫീലിംഗ് ആ കുട്ടികൾക്ക്. അവർ വേറെ ഒന്നിലേക്ക് മാറി ചിന്തിക്കില്ല, അവരുടെ ട്രിഗർ മാറില്ല. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ അവരെ ആരെങ്കിലും ആയിക്കോട്ടെ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കേണ്ട. ശ്രദ്ധിക്കണം ആരോടൊക്കെയാണ് അവര് ക്ലോസ് ആവുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. കുട്ടികൾക്ക് നമ്മളുടെ അടുത്തൊരു സ്പേസ് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. അത് വലുതായിട്ട് ഉണ്ടാക്കാൻ നോക്കരുത്, ചെറുപ്പത്തിലേ അത് ഫോം ചെയ്യണം. അപ്പൊ അവരെന്ത് നമ്മളോട് പറയും. അവരെ സംബന്ധിച്ച് പ്രോബ്ലം സോൾവർ ആയിരിക്കണം നമ്മൾ. എന്ത് വന്ന് പറഞ്ഞാലും നമ്മുടെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. യെസ്, അമ്മയുടെ അടുത്ത് ചെന്നാൽ മതി, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നാൽ മതി, എനിക്കൊരു സൊല്യൂഷൻ കിട്ടും. ഇച്ചിരി മുതിർന്ന ചേച്ചിയാണെങ്കിലോ ചേച്ചിയുടെ അടുത്ത് ചെന്നാൽ മതി, എനിക്കൊരു സൊല്യൂഷൻ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു പ്രൈവസി ഉള്ള ലോകത്തിലേക്ക് പോവില്ല. അവര് ഇപ്പോഴുള്ള കുട്ടികളുടെ രീതിയാ, ഞങ്ങൾക്ക് പ്രൈവസി വേണം, എന്റെ ഇതൊന്നും ചെക്ക് ചെയ്യാൻ പാടില്ല, എന്റെ റൂമിൽ എന്തിനാ കയറിയത്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ പല ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ചോദിക്കും. ഈവൻ അവരൊരു പ്രൈവസി ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രൈവസി, അവര് ഉണ്ടാക്കിയെടുത്ത പ്രൈവസിയിൽ നിറയെ വാതിലുകളും ജനലുകളും വെന്റിലേഷനും ഉണ്ടാവണം. അത് അവര് തുറന്നിട്ടേക്കണം നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് കയറിപ്പറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈവസി മതി നമ്മുടെ മക്കൾക്ക്. അതാണ് അതിന്റെ ഒരു ശരി. അപ്പൊ ആ രീതിയിൽ വേണം. അപ്പൊ ഈ സോഷ്യൽ വെൽനസ് എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്.
ഓക്കെ, ഒരാളുടെ വെൽനെസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വെൽത്ത് ഉണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നു, അയാൾ അത് കഴിക്കുന്നു, എക്സസൈസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആകുന്നത് മാത്രമല്ല, അയാൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടെ ജീവിക്കുന്നുണ്ടോ, അയാളുടെ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ, അയാളുടെ ആക്ഷൻസ് കാരണം വേറൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടോ, ഇതെല്ലാമാണ് നമ്മുടെ മറിയ മോണ്ടിസോറിയും പറഞ്ഞത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അവർ പറഞ്ഞ മെത്തേഡ് തന്നെ തുടരുന്നു. അവരുടെ യൂസ് ചെയ്ത മെറ്റീരിയൽസിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ അല്ല അത് തന്നെ, പക്ഷെ അതൊന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാലാകാലങ്ങൾ വരുന്തോറും പല പല മോഡിഫിക്കേഷൻസും പരീക്ഷണങ്ങളും വരാറുണ്ട്. അതുപോലെ മോണ്ടിസോറി മെറ്റീരിയൽസിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആണ്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് വെക്കാം. നമ്മൾ ഈ കുഞ്ഞ് സ്ക്വയറിൽ വൈറ്റ് കളറിൽ കട്ട് ചെയ്തെടുത്തിട്ട്, അത് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് കാർഡ് ബോർഡിൽ ഒട്ടിക്കുകയോ ചെയ്താൽ മതി. ചാർട്ട് പേപ്പർ ആയിട്ട് വെക്കരുത്, കുട്ടികളുടെ കൈ കൊടുക്കുമ്പോൾ കീറിപ്പോവും, വളഞ്ഞൊക്കെ പോവും. അത് നന്നായിട്ടിരിക്കണമെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു കാർഡ് ബോർഡോ എന്തെങ്കിലും പീസ് ബാക്കിൽ ആക്കി ഒട്ടിച്ചു വെക്കണം. അതിൽ ബ്ലാക്ക് മാർക്കർ പെൻ വെച്ചിട്ട് നമ്മൾ നമ്പേഴ്സ് എഴുതാം. 1 2 3 എന്നും പറഞ്ഞിട്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. അതാണ് നമ്മുടെ നമ്പർ കാർഡ്സ്. കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്, കുട്ടികളെ നമ്മൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും ആണല്ലോ. ആദ്യം നമ്പർ 10 വരെ പഠിപ്പിക്കും, പിന്നെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കും അല്ലെ. 5 എന്നുള്ള നമ്പർ കണ്ട അത് 5 ആണെന്ന് അവർക്ക് മനസ്സിലാകണം, 6ഉം 9ഉം മാറിപ്പോരുത്. ആ രീതിയിൽ അവർ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. ഈ കാർഡ്സ് വെച്ചിട്ട് ഇപ്പൊ 5 എന്നുള്ള കാർഡ് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാൻ പറ്റണം അത് 5 ആണ്. അപ്പം ആ 5-നനുസരിച്ച് അവർക്ക് കൗണ്ട് ചെയ്ത് എടുത്തു വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയലും കൂടെ നമ്മൾ ഉണ്ടാക്കണം. ബീഡ്സ് ഓക്കെ ആണ്, പക്ഷേ കുഞ്ഞു കുട്ടികളെ 3 years 3 ആയാലും 4 ആയാലും ഇത് സേഫ് അല്ല. ഒരു മൂക്കി കയറ്റും, ചെവിയിലിടും, വായിലിടും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ബീഡ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഇച്ചിരി കൂടെ വലിപ്പമുള്ളത്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കൗണ്ടേഴ്സ് ആയിട്ട് വന്നത് കോയിൻ ഇല്ലേ, നമ്മുടെ 5 rupee കോയിന്റെ സൈസിലുള്ള വട്ടത്തിലുള്ള റെഡ് കളർ കോയിൻസ് ആയിരുന്നു. നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ, പ്രത്യേകിച്ചും ഡയമണ്ട് ഹോട്ടൽ, ഉടുപ്പി ഹോട്ടലിലോ ഏതൊക്കെയോ ഹോട്ടലിൽ കയറുമ്പോൾ ടോക്കൺ തരില്ലേ മീൽസിന് വേണ്ടിയിട്ട്, ബ്ലൂ കളറിലും ഒക്കെ ടോക്കൺ കിട്ടില്ലേ, ആ ഒരു സൈസിൽ വരുന്ന റെഡ് കളർ കോയിൻ ആയിരുന്നു ഞങ്ങളുടെ കൗണ്ടേഴ്സ്. അപ്പം നമ്പർ 5 വെക്കുമ്പോൾ ഈ കോയിൻ എടുത്ത് 1 2 3 4 കൗണ്ട് ചെയ്ത് വെക്കും. മനസ്സിലായോ? കോയിൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്കത് ഉണ്ടാക്കാം. ഇപ്പൊ കോയിൻ ഷേപ്പ് തന്നെയല്ല വേണ്ട, കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആവുന്ന എന്തെങ്കിലും ഷേപ്പ് വേണോ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഹാർട്ട് ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യണം തോന്നുന്നത് ചെയ്യാം. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന, ഇപ്പൊ നിങ്ങളെ ട്രെയിനിങ് തരാൻ വേണ്ടി നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ചു. അപ്പൊ കിട്ടിയ മെറ്റീരിയൽസ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വുഡിന്റെ കളറും വുഡുമാണ്. നമ്മളുടെ ചെറിയ ബെല്ലില്ലേ, ബെല്ലറിയില്ലേ, ക്രിസ്മസ് ട്രീയിലൊക്കെ ഇങ്ങനെ തൂക്കുന്ന ബെല്ലില്ലേ, ആ ബെല്ലിന് അതിനേക്കാളും ചെറുതട്ടോ, ചെറിയ ഷേപ്പിലുള്ള ഒരു ബെല്ല്. അപ്പൊ ഒരു കുഞ്ഞ് ആ ബെല്ലെടുക്കുന്ന മിക്കവാറും ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ടായിരിക്കും. ബെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പുമാങ്ങയും ഒക്കെ ഇട്ട് വെക്കുന്ന ഭരണി ഉണ്ടല്ലോ, പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഭരണി, അതിന്റെ മുകളില് അതിന്റെ അടപ്പില്ലേ, ഒരു നോബുള്ളത്, അതുപോലെയാണ് ആ ബെല്ലിന്റെ മോൾ ഭാഗം ഇരിക്കണത്. അതുപോലെ ഇരിക്കും ആ ഒരു കളറും, ആ ഭരണിയുടെ ആ ലിഡിന്റെ കളറും ആ ഒരു നോബും ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ എന്തായാലും ഈ വിരൽ യൂസ് ചെയ്യുമായിരിക്കും, ഈ 2 വിരൽ. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിന്റെ ലാർജ് മസിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. കൈ, കാല് കമഴുന്നു, എഴയുന്നു, ഇരിക്കുന്നു, അങ്ങനെ വലിയ വലിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. ചെറിയ മസിൽസ്, ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് വൈകിയാ വരുന്നത്. അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years സമയത്താണ്. നമ്മള് കുഞ്ഞുങ്ങളിൽ ജനിക്കുമ്പോൾ കിലുക്കാൻ പെട്ടി വാങ്ങൂലേ, റാറ്റിൽ, കാരണം കിളിക്ക് നോക്കും, അവർ ആ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കും, നല്ല കളർഫുള്ളും ആയിരിക്കും അത്. കുറച്ച് കഴിയുമ്പോൾ ഇവർ കമിഴ്ന്ന് വീഴാനൊക്കെ തുടങ്ങും. എനിക്ക് മുന്നിൽ കിടക്കുന്ന ടോയ്സ് ഒക്കെ ഇവർ എടുക്കാൻ നോക്കും. ഈ റാറ്റിലാണ് അവരുടെ മുന്നിൽ അപ്പൊ കൂടുതൽ ഉണ്ടാവുന്നത്. ഇവര് ആ റാറ്റില് എടുക്കും, അത് ഗ്രാബ് ചെയ്യും, പക്ഷെ താഴെ വീഴും, വീണ്ടും എടുക്കും, താഴെ വീഴും, വീണ്ടും എടുക്കും, താഴെ വീഴും, നമ്മൾ കാണാറുണ്ട്. അതായത് അവർക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, അവരുടെ ലാർജ് മസിൽ കപ്പാസിറ്റി കൂടുന്നു, ഗ്രോസ് മോട്ടോ സ്കിൽ കൂടും, പക്ഷെ ഹോൾഡ് ചെയ്ത് കുറേ സമയം കയ്യിൽ പിടിക്കാനുള്ള ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോ സ്കില്ല് ആയി വരണേ ഉള്ളൂ.
അതൊരു 3 years ഒക്കെ ആകുമ്പോഴാണ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ നമ്മളുടെ കയ്യിൽ 3 years ഉള്ള കുട്ടികളാണ് കിട്ടുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുള്ളപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം. ഇവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ്, അതായത് ചെറിയ മസിൽസിന്റെ മോട്ടോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ കൊച്ചു കുഞ്ഞിന് പെൻസിൽ കയ്യിൽ പിടിച്ച് എഴുതാൻ പറ്റുള്ളൂ. പെൻസിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻ മോട്ടോ സ്കിൽസ് ആണ്, ചെറിയ മസിൽസ്, ഈ ഫിംഗേഴ്സ് അതല്ലേ. അത് ശരിക്കും ഡെവലപ്പ് ആയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പറയുന്നത് കൈ വേദനിക്കുന്നു, കൈ കഴക്കുന്നു, എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാൻ എഴുതില്ല, അത് പെൻസിൽ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകും. പക്ഷെ ഇതിന് വേണ്ടുന്ന ആ ഒരു റൈറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കാം. അതിന് പറ്റുന്നതാണ് ഈ ഇതുപോലത്തെ ഷേപ്പിലുള്ളത്, കൊച്ചു ബോട്ടിലിന്റെ അടപ്പുകള്, ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നത്. ഇവരുടെ ഈ 3 ഫിംഗേഴ്സ് അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് ഒക്കെ ഇവരിതിനെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഞാനൊരു മൂവി കണ്ട കഥ നിങ്ങളോട് പറഞ്ഞിരുന്നോ, ഈ ഫൈൻ മോട്ടോ സ്കിൽസിന്റെ മൂവി അല്ല, അതിലൊരു നല്ലൊരു പാർട്ട് അതിൽ വരുന്നുണ്ട്. ഒരു ലേഡി സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിരുന്നു. ഇല്ല മാം. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഇവരുടെ പേരെന്തായിരുന്നു, പേര് മറന്നു. ഇംഗ്ലീഷ് മൂവിയാണ്. ആ ലേഡി സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന കാരണം 5-6 years ആയപ്പോ ഇവർക്ക് ഇവരുടെ മകനെ നഷ്ടപ്പെട്ടു, മകൻ ഡെത്തായി. അവർക്ക് ഭയങ്കര ഡിപ്രഷനായി, അവർക്ക് ജീവിക്കാൻ ഇനി തോന്നുന്നില്ല. അങ്ങനെ അവരും ഹസ്ബൻഡും ഈ കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ലേഡി സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ വലിയ മലയുടെ മുകളിലേക്ക് പോവുക. കാറ് താഴെ പാർക്ക് ചെയ്തിട്ട് മലയുടെ മുകളിൽ പോയി കുറച്ചു നേരമൊക്കെ കുഞ്ഞിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ മലയുടെ മുകളിൽ ചെല്ലുവാണ്. അവരങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്ന ഒരു പ്ലാൻഡ്, അതിനുള്ള മീൻസും കണ്ടുപിടിച്ചു, മാർഗം കണ്ടുപിടിച്ചു. അവിടെ അടുത്ത് താഴേക്ക് ചാടുക എന്നുള്ളതാണ് അവരുടെ മാർഗം. കുറച്ച് കഴിയുമ്പോൾ അവരുടെ അടുത്ത് വേറൊരു മനുഷ്യൻ വന്നിരുന്നു. അയാൾ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇവരോട് നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. ഇയാൾക്ക് മനസ്സിലായി ഇവരുടെ ഇന്റൻഷൻ സൂയിസൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഇയാള് സംസാരിച്ച് വന്നപ്പോഴേക്കും ഇയാളോട് സംസാരിച്ചത് ഇവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ചെയ്യുക കേട്ടോ. അപ്പം അവരാ മരിക്കണം എന്നുള്ളൊരു ഫീല്, ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടിയ പോലെ മരിക്കണം എന്നുള്ള ഫീൽ അങ്ങ് മാറിയിട്ട് ഇയാളുടെ ഒപ്പം താഴേക്ക് ഇറങ്ങുക. ഇവര് താഴെ വരുമ്പോ കാണുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രൈവിംഗ് സൈഡിലെ ഒരു കാർ ഡ്രൈവ് ചെയ്താണ് വന്നത്. ഡ്രൈവിംഗ് സൈഡിലെ അവരുടെ കാറിന്റെ വിൻഡോട് ചേർത്തിട്ടാണ് ഇയാള് കാർ ഇട്ടിരിക്കുന്നത്. ഇവർക്ക് കാർ മൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇയാള് ശരിക്കും ബ്ലോക്ക് ചെയ്യാനായിട്ട് തന്നെ അവരെങ്ങനെ കയറി, പക്ഷെ ഇവർക്ക് കാർ എടുക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഇയാള് കാർ ഇട്ടു. അയാൾ ശരിക്കും ഒരു സൈക്കോ ആയിരുന്നു. അയാൾക്ക് മനസ്സിലായി ഇവര് മരിക്കാൻ വരിക എന്നുള്ളത്. അപ്പൊ ഇവരെ കൊല്ലുക എന്നുള്ളതായി പിന്നെ അയാളുടെ സൈക്കോ മൈൻഡിന്റെ ചിന്ത. അതും പെട്ടെന്ന് എളുപ്പത്തിൽ കൊല്ലരുത്, മനസ്സിലാക്കി, അതായത് മരിക്കുന്നവർ അറിഞ്ഞറിഞ്ഞ് മരിക്കണം എന്നുള്ള രീതിയിൽ അയാളുടെ മൈൻഡ് ആ രീതിയിൽ പോയി. അയാൾ എന്തോ സീരിയൽ കില്ലർ പോലത്തെ എന്തോ ഒരാളാണ്. അയാള് എന്തോ ഇഞ്ചക്ട് ചെയ്തിട്ട് ഇവരെ, അതായത് ഇവർക്ക് മസിൽസ് മരവിക്കുന്ന രീതിയിൽ എന്തോ ഒരു ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. ഇഞ്ചക്ട് ചെയ്തിട്ട് ഇവരെ ഇയാളുടെ കാറിലാക്കി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുക. പോണ വഴിക്കൊക്കെ ഇവരെ നരകിപ്പിച്ച് കൊല്ലണം. ഇതായിരുന്നു അയാളുടെ ഉദ്ദേശം. അപ്പം ഇവർക്ക് ഈ ഇഞ്ചക്ഷന്റെ എഫക്റ്റ് കുറെ മണിക്കൂറുകളോളം ഉണ്ടാവും. ഒരു ബോധം വരുമ്പോഴും ഇവർക്ക് കൈയും കാലും മൂവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. കാറിന്റെ ഡോറ് തുറക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇയാളൊരു പെട്രോൾ പമ്പിലേക്ക് എങ്ങാണ്ട് കയറുന്ന സമയത്ത് ഇവർക്ക് ബോധം വന്നു, പക്ഷെ മസിൽസ് എല്ലാം മരവിച്ചിരിക്കുക. കൈ വെച്ച് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആ സമയത്ത് ഇവരെ ഓർക്കുവാണ് ഇവരുടെ മകൻ കുഞ്ഞായിരുന്നപ്പോ ഇവന്റെ ഫൈൻ മോട്ടോ സ്കിൽസ്, അതായത് ഈ വിരലുകളുടെ ഫൈൻ മോട്ടോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ആക്ടിവിറ്റി ചെയ്യിക്കുമായിരുന്നു കുട്ടിയെ കൊണ്ട്. അതായത് അതിന്റെ ഒപ്പം കൗണ്ടിങ്ങും കൂടെ വരും. നമുക്ക് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമല്ല ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, പല ഏരിയകളിലാണ് ഡെവലപ്മെന്റ്. അതായത് ഇങ്ങനെ ചെയ്യിക്കുന്ന നമ്മുടെ തമ്പിലേക്ക് ബാക്കി എല്ലാ ഫിംഗേഴ്സ് കൊണ്ടുവന്നിട്ട് 1, 2, 3, 4 അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അപ്പൊ അതിനകത്ത് കൗണ്ടിങ്ങും പഠിക്കും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരും, പിന്നെ അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് വരും. ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ പല ഡെവലപ്മെന്റ്സ് വരുന്നത്. അങ്ങനെ അവർ കുട്ടിയെ ചെയ്യിക്കുമായിരുന്നു. കുട്ടി അത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യാനും പെൻസിൽ പിടിക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഇവന്റെ വിരൽ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ 1, 2, 3 സ്പീഡിലും ജയിക്കും, സ്ലോ ആയിട്ട് ജയിക്കും. അങ്ങനെ അപ്പൊ അവരത് പ്രാക്ടീസ് ചെയ്യും. ആ സമയം കൊണ്ട് അവർ പതുക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതുക്കെ ഇവരുടെ വിരലെല്ലാം മരവിപ്പ് മാറി ഇവരെ കാറിന്റെ ഡോറ് തുറന്ന് അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും അങ്ങനെയൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. ആരും ഇത് കണ്ടപ്പോ ഞാൻ ഓർത്തു നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് അത് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, കുട്ടികളുടെ മോട്ടോർ ആക്ഷൻസ്, മോട്ടോർ സ്കിൽസ് രണ്ടാണ്, ലാർജ് ടു സ്മോൾ ആണ് നടക്കുന്നത്.
കുട്ടികളിലെ മസിൽസിന്റെ ആക്ഷൻ ലാർജ് ആണ് ആദ്യം നടക്കുന്നത്, പിന്നെയാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പൊ അത് വരുമ്പോഴാണ് ഇവർക്ക് പെൻസിൽ ഹോൾഡ് ചെയ്യാനും എന്തും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. കയ്യിലൊരു പാത്രം പിടിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് എടുക്കാനോ സ്പൂണ് കൊണ്ട് എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ പറ്റും. അത് മിക്കപ്പോഴും താഴെ പോവും, ചിലപ്പോ ഓർക്കാതെ നമ്മൾ ഷൗട്ട് ചെയ്ത് പോവുമായിരിക്കും കുഞ്ഞുങ്ങളുടെ അടുത്ത്. പക്ഷെ അത് അവരുടെ കുഴപ്പമില്ല, അവരുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പായി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ നമ്മൾക്കറിയാം കുട്ടികളെ വളർന്നു വരുമ്പോ വീട്ടിൽ നമ്മൾ അതിനുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കും അല്ലെ. കുഞ്ഞ് ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും ഇന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ സാധനങ്ങൾ താഴെ വെച്ചാൽ അവരതെടുക്കും. പിന്നെ ലോഷൻസ് അങ്ങനെയുള്ളതൊന്നും താഴെ വെക്കാൻ പാടില്ല. കളർ ഭയങ്കര അട്രാക്റ്റീവ് ആണല്ലോ, കളർ കാണുമ്പോൾ എടുത്ത് കുടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ അതുപോലെ അവർക്ക് സ്മോൾ സാധനങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. പണ്ടത്തെ വീടുകളിലെ ഫ്ലോറ് ഈ മൊസൈക്ക് ആണെങ്കിൽ കാണാം, മണിക്കൂറുകളോളം ഇരുന്ന് അതിന്റെ ചിപ്സ് ഇങ്ങനെ എടുക്കാൻ നോക്കുന്നത്. ഭയങ്കര ക്ഷമയായിരിക്കും, പവർ ഓഫ് അറ്റൻഷനും ഭയങ്കര കൂടുതലായിരിക്കും. അതിങ്ങനെ കിള്ളി പൊളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. ചെറിയ കാര്യങ്ങളോട് അവർക്ക് ഭയങ്കര അട്രാക്ഷൻ. നമ്മൾ പോലും അറിയില്ല അവരുടെ കയ്യിൽ എന്താ കടന്നുകൂടുന്നതെന്ന്. ഉറുപ്പിങ്ങനെ പോകുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും. എത്ര മണിക്കൂർ പോലും ഇരിക്കാനും ഒരു പ്രശ്നമില്ല. അപ്പൊ ചെറിയ കാര്യങ്ങളുടെ ഇൻട്രസ്റ്റ്. നമ്മൾ എത്ര വില കൂടിയ ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും നമ്മുടെ അടുക്കളയിൽ സ്പൂണും ഒരു ഗ്ലാസും ഒരു പാത്രവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും. എത്ര നേരം വേണമെങ്കിലും അത് വെച്ച് കളിച്ചു. അതൊക്കെ ശ്രദ്ധിക്കാം. നമ്മള് കയ്യില് പെൻസിൽ പിടിച്ച് നിർബന്ധപൂർവ്വം എഴുതിക്കുമ്പോ ആ കുഞ്ഞു വിരലുകൾ വേദനിക്കുകയെ ചെയ്യുള്ളൂ. നമുക്ക് അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യാം, ഓക്കെ കുഴപ്പമില്ല. ചില കുട്ടികൾക്ക് പിടിക്കണം, അപ്പോഴൊരു കോൺഫിഡൻസ് വരും. കുറച്ച് പ്രാവശ്യമൊക്കെ അങ്ങനെ കൈ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ തന്നെ എഴുതിക്കും. പക്ഷെ പിടിക്കുന്നത് ഞാൻ ഭയങ്കര മുറുക്കിയിട്ട് ഇങ്ങനെ അത് അഡൾട്ടും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ കുട്ടിയെ പോലെ ചിന്തിക്കണം എന്നാണ് അറിയോ മോണ്ടിസോറി പറയുന്നത്. നമ്മുടെ ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യണം. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. അത് ശരിക്കും ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിക്കും. ഓൺലൈനായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യും. പക്ഷെ നേരിട്ട് വന്ന് അവരെല്ലാരും ഒരു പ്രീ സ്കൂളിലോ കിൻഡർ ഗാർഡനിലോ കയറിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഭയങ്കര കളിയാ ഈ മെറ്റീരിയൽസ് വെച്ചിട്ട്. ശരിക്കും ആക്ടിവിറ്റി ആണ്, പക്ഷെ അത് ത്രൂ ഗെയിം പോലെയാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. ആ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് മറിയ മോണ്ടിസോറി ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്ര വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുങ്ങളിൽ ഓരോരോ ഏജില് ഓരോരോ ഡെവലപ്മെന്റും ചേഞ്ചസും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി നല്ല രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പലരോടും പറഞ്ഞു നമുക്ക് അതിന്റെ റിപ്ലിക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം അതെല്ലാം നാച്ചുറൽ ഒബ്ജക്ട്സ് കൊണ്ടുള്ളതാണ്. അതായത് വുഡൻ പീസസ്, വുഡ് കൊണ്ടുള്ളതാണ് കൂടുതലും. ഞാനൊക്കെ പണ്ട് 47 years ആയി. ഞാൻ അന്ന് അംഗൻവാടി എന്ന് പറയുന്നതിന് പകരം ബാലവാടി എന്ന് പറഞ്ഞതുണ്ടായിരുന്നു. നേഴ്സറികള് ബാലവാടിയൊക്കെ ആയിരുന്നു അന്ന് ഇന്നത്തെ പോലെ പ്രീ സ്കൂൾ കിൻഡർ ഗാർഡൻ അങ്ങനത്തെ ഒരു ഇതൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ ബാലവാടിയിൽ മുഴുവനും വുഡ് കൊണ്ടുള്ള ടോയ്സ് ആയിരുന്നു. അന്ന് ഈ പ്ലാസ്റ്റിക് എന്നുള്ള പരിപാടി ഇല്ല. അപ്പൊ എല്ലാം വുഡൻ ബ്ലോക്സ് പല പല ഷേപ്പിലുള്ളത് വുഡ് കൊണ്ടുള്ളതായിരുന്നു. നമുക്ക് ഇപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയുടെ ഇമ്പാക്ട് അത്രയും നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ. കളിക്കുന്ന സാധനവും നമ്മളിങ്ങനെ ഇരുന്ന് ആടുന്ന ഒരു ഡക്കിന്റെ ഷേപ്പുള്ളതും കുതിരയുടെ ഷേപ്പുള്ളതും എല്ലാം വുഡായിരുന്നു. എല്ലാം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. വീടിനടുത്തോ കാർപ്പന്റേഴ്സോ അവരുടെ വർക്ക്ഷോപ്പോ ഉണ്ടെങ്കിൽ ഓരോ വർക്ക് കഴിയുമ്പോൾ കളയുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് മതി നമുക്ക് ഈ സാധനങ്ങളിൽ പലതും ഉണ്ടാക്കാനായിട്ട്. അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നല്ല ടൂൾസ് ഉണ്ടാവും. അവരതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തൊക്കെ നമുക്ക് തരും. നമുക്ക് കുറെ ക്യൂബ്സ് വേണം, ക്യൂബോർഡ് ഷേപ്പ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഞാൻ ഈ മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മോനുണ്ടായിരുന്നു, ഒരു പയ്യനുണ്ടായിരുന്നു. അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡ്രൈവർ ഒരു പയ്യന്, ഞങ്ങൾ കുഞ്ഞെന്നാ വിളിക്കണേ. അപ്പൊ കുഞ്ഞിന് മോനുണ്ടായി, 1 വയസ്സായി. കുഞ്ഞിന് എന്നോട് പറയുന്നു, ടീച്ചറെ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു എന്റെ മോന് വേണ്ടിയിട്ട് വെറുതെ ഷോപ്പിലൊക്കെ പോയി വില കൂടിയ ടോയ്സ് ഒന്നും വാങ്ങേണ്ട ഒരു കാര്യമില്ല. എന്റെ അച്ഛൻ കാർപ്പൻറ്ററാ, വീട്ടില് വർക്ക്ഷോപ്പ് ഉണ്ട്. അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവൻ 1 വയസ്സ് കഴിഞ്ഞല്ലോ, ഈ 2-2.5 വയസ്സാകുമ്പോൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെ ചെയ്യിക്കായിരുന്നു. ഡെഫിനറ്റ്ലി ചെയ്യിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി പെയിന്റ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോണ്ടിസോറി മെറ്റീരിയലുള്ള ഒരെണ്ണാണ് പിങ്ക് ടവർ. പിങ്ക് ടവർ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിങ്ക് ടവർ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ടോയ് കുട്ടികൾക്കുള്ളത്, ഒരു ഡോളിന്റെയോ അല്ലെങ്കിൽ ടെഡി ബെയറിന്റെ ഷേപ്പ് പോലെ തല ഇങ്ങനെ മൂളി വരുന്നതായിരിക്കും. കുറെ റിങ് ആയിരിക്കും കളർഫുൾ ആയിട്ടുള്ളത്. ഏറ്റവും താഴെ വലിയ റിങ്,
അതിന്റെ മുകളിൽ അടുത്ത റിങ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുട്ടികൾ സ്റ്റാക്ക് ചെയ്യില്ലേ, അതുപോലെയാണ് പിങ്ക് ടവർ. ഓൾമോസ്റ്റ് ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് പിങ്ക് ടവറിലും വരുന്നത്. നമ്മൾക്ക് 10 ക്യൂബ്സ് ആണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അറിയാം മാം, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. സോളിഡ് ആണ് അല്ലെ, 3 ഡയമെൻഷൻ ആണ്. നമ്മളുടെ മറ്റേ റുബിക്സ് ക്യൂബ് ഇല്ലേ, നമ്മളിങ്ങനെ കളിക്കില്ലേ, എല്ലാം ഒരേ കളറാക്കുന്ന ആ ഷേപ്പ്. 10 സെന്റിമീറ്ററിന്റെ ക്യൂബ് ഉണ്ടാവും. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം 10 സെന്റിമീറ്റർ. പിന്നെ 9, പിന്നെ 8, അങ്ങനെ 1 വരെ ഉണ്ട്. നിങ്ങൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാ, 7000 ഒക്കെ വരും. എപ്പോഴെങ്കിലും ഓഫറൊക്കെ വന്നാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല റേറ്റില്. പിന്നെ ഓൺലൈനിൽ ഒരു പ്രശ്നം പിങ്ക് ടവർ നമ്മൾ വാങ്ങിച്ചപ്പോ കണ്ടതെന്ന് വെച്ചാൽ ചിലത് ക്യൂബ് അല്ല, ശരിക്കും നമുക്ക് ക്യൂബാണ് വേണ്ടത്. ആ മെഷർമെന്റ് ഒക്കെ തെറ്റായിരുന്നു. നമ്മള് പിക്ചർ കണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വന്ന സാധനം ഈ പറയുന്ന മെഷർമെന്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതൊരു കാർപ്പൻറ്റർ അടുത്തുനിന്ന് അവര് കറക്റ്റ് അവർക്ക് നിമിഷ നേരം കൊണ്ട് അത് നമുക്ക് ഷേപ്പ് ചെയ്ത് തരും. അങ്ങനെ 10 ക്യൂബ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല പെയിന്റ് വാങ്ങി, നല്ല ഏതെങ്കിലും അക്രിലിക്കോ ഏതെങ്കിലും ഒരു പിങ്ക് കളർ പെയിന്റ് വാങ്ങി അതൊന്ന് കളർ ചെയ്ത് വാർണിഷും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിങ്ക് ടവർ റെഡിയാവും. നമുക്ക് അതിന് വലിയ കോസ്റ്റും വരുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാം, നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ ഇതിന്റെ ഒരു റിപ്ലിക്ക എന്നുള്ള രീതിയിൽ നമ്മുടെ മറ്റു ബാച്ചുകളിലെ ട്രെയിനീസ് ഒക്കെ ചെയ്ത്, വുഡൻ പീസസ് എല്ലാവർക്കും ഒന്നും കിട്ടില്ലല്ലോ. പിങ്ക് ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്തവരും ഉണ്ട്. അതും റിപ്ലിക്ക എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അതാകുമ്പോൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വിട്ടുപോകും. പിന്നെ പേപ്പർ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് നന്നായിരിക്കില്ല, പെട്ടെന്ന് മോശമായി പോകും. ഉടൻ ആണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ആ കുഞ്ഞുണ്ണി മാഷിന്റെ ആ ഒരു എന്റെ ലോകം നിന്റെ ലോകം അത് പറഞ്ഞപ്പോ എനിക്ക് സോഷ്യൽ വെൽനസ് ഓർമ്മ വന്നു. നമ്മൾ വെൽനസിന്റെ ഭാഗത്ത് പല ഏരിയയില് വെൽനസ്, ഞാനാണോ നിങ്ങൾക്ക് എടുത്തത് ഫസ്റ്റ് യൂണിറ്റ്? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. ഓക്കെ, അപ്പൊ ആ സോഷ്യൽ വെൽനസ് എനിക്ക് ഓർമ്മ വന്നു. ആ ഒരു നമ്മളുടെ കോൺട്രിബ്യൂഷൻ, എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യാൻ പാടില്ല, ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കട്ടെ, എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഫ്രീഡം എന്ന് പറയുന്നവരോട് പറയാവുന്ന ഒരു കാര്യം, വി ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടു അവർ സൊസൈറ്റി. കാരണം ആ സൊസൈറ്റി തന്ന സാധനങ്ങളാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിന്റെ ഷെൽട്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നിയ പോലെ ജീവിക്കാൻ എന്തായാലും പറ്റില്ല. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ല. മോണ്ടിസോറി മെത്തേഡിലത് പറയുന്നത്. വേറെ നമ്മളിവിടെയായിരുന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എവിടെയായി? പേഴ്സണൽ ഹൈജീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടോ? ഇത്ര നേരം റേഡിയോ പോലെ ഞാൻ പറയുവാണോ ഒരു ചെറിയൊരു ഗിൽട്ടി ഫീല്, എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനോ എന്തെങ്കിലും പറയാൻ? മേം പോയോ? ഒന്നും കാണില്ലല്ലോ. മ്യൂട്ടാണ്. ഓക്കെ, താങ്ക് യു, വെരി സോറി. എന്താ പറ്റിയെന്ന് വെച്ചാലേ എന്റെ കീപാഡിലൂടെ ഉറുമ്പ് പോകുന്നു. അപ്പൊ ഞാൻ ആ ഉറുമ്പിനെ ഇങ്ങനെ തട്ടിക്കളയുമായിരുന്നു. അപ്പോ അതങ്ങ് കട്ടായി പോയി. ഉറുമ്പിന്റെ കാര്യം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞപ്പോഴേ, ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറയും ഉറുമ്പിനെ ഓടിക്കാനുള്ള ഒരു മരുന്ന് അവിടെ വെച്ചിരുന്നത് വരട്ടിയായിരുന്നു. അപ്പൊ എനിക്കൊരു കൺസേൺ, ഉറുമ്പൊക്കെ എങ്ങനെ വംശനാശം സംഭവിച്ചു പോവുമോ, ഉറുമ്പില്ലാണ്ടായി കഴിഞ്ഞ ലോകത്ത് വല്ല സംഭവിക്കുമെന്ന് എനിക്കൊരു പേടി. അതിന് ഉറുമ്പിനെയൊക്കെ കൊല്ലാനൊരു മടി. ശരിയുള്ളെങ്കിലും ഈ ലാപ്ടോപ്പ് നശിപ്പിക്കാൻ അവർ മതി. ഒരു കീപാഡ് അടിയിൽ പോയിട്ട് അത് മുഴുവൻ ഇങ്ങനെ കാർന്ന് തിന്നും. അപ്പം ലാപ്ടോപ്പ് നശിക്കും. നമ്മൾ പിന്നെ കീപാഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതെ മാം, എന്റെ ലാപ്ടോപ്പില് നടുക്ക് സെന്ററിൽ ഡിസ്പ്ലേയിൽ 2 ഉറുമ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ഒരു 7 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. അത് ടച്ചിന്റെ ആ സമയത്ത് ലെനോവയുടെ ടച്ചിന്റെ ഭയങ്കര വിലയുള്ളതായിരുന്നു. 2 ഉറുമ്പ് സെന്ററിൽ ചത്തിരിക്കുകയാണ്.
ഇത് കീപാഡിലൂടെ ഇങ്ങനെ പോകും. നമ്മളിവിടെ ഭക്ഷണം കഴിക്കില്ല, എന്റെ ലൈബ്രറി റൂമാണ്, ഭക്ഷണം കഴിക്കുവോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ അവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഓക്കെ, ഞാൻ ഉറുമ്പിനെ ഉപദ്രവിക്കാറില്ല, പക്ഷെ ഉറുമ്പ് എനിക്ക് നല്ല പണി തരുന്നുണ്ട്. ഒരു പ്രാവശ്യം ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ എന്തോ വന്ന് കണ്ണിലേക്ക് വീണു. ഇത് ചെയ്തപ്പോ ബസ്സിൽ ഇരിക്കുകയല്ലേ, കണ്ണ് തിരുമാൻ പാടില്ല എന്നൊക്കെ അറിയാം, പക്ഷെ കണ്ണ് അടയ്ക്കാനും പറ്റുന്നില്ല, തുറക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. വീട്ടിൽ വന്ന് നോക്കുമ്പോ കണ്ണിന്റെ വൈറ്റ് പാർട്ടില് ഉറുമ്പ് ഇങ്ങനെ കടിച്ചിരിക്കുന്നു. കണ്ണല്ലേ, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. കുറെ കഴുകിയിട്ടൊന്നും ഇത് പോകുന്നില്ല. ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുള്ളു പോലത്തെ കാലെന്തോ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ കടിച്ചിരിക്കുക. ആ രാത്രി തള്ളി നീക്കി. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു. അവരെന്തോ ലോഷൻ ഒഴിച്ചു. അവര് ചത്തു, ഉറുമ്പ് ചത്തു അതിനകത്ത് ഇരുന്നിട്ട്. പക്ഷെ അത് പോണില്ല. അവര് ഇങ്ങനെ എന്തോ ഒരു ടീച്ചർ പോലെ സാധനം വെച്ചിട്ട് അതിനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. ആ ഉറുമ്പിനെ മാറ്റാനായിട്ട് 480 രൂപയാണ് ഞാൻ കൊടുത്തത്. അത് ഒരു കഥ. ഓക്കെ, സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ എവിടം വരെയായി? ഇപ്പോഴേക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാകണം മെസ്സേജ്. യെസ്, കൊടുത്തത് അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ വന്നിട്ടുണ്ടാവും. റെക്കോർഡിന്റെ വന്നായിരുന്നു മിസ്സേ, റെക്കോർഡ് ചെയ്യാം. ഒരു പേജ് മാത്രമായിട്ടാണോ വന്നേ? ഒരു പേജ് മതി. ഒരു പേജ്. അപ്പൊ എത്രയും പെട്ടെന്ന് അതിൽ റെക്കോർഡിൽ ഡൗട്ട് ഉണ്ടോ? കാരണം വെക്കേഷൻ ആണ്, എഴുതാലോ. ഓക്കെ അല്ലേ? അസൈൻമെന്റും എനിക്കൊരു തംസ് അപ്പ് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ വരും ഇപ്പത്തെ. പിന്നെ അസൈൻമെന്റിന്റെ മാഡം പ്രാക്ടിക്കൽ വർക്ക് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അത് ഏകദേശം ഏത് ടൈമിലാവും വരിക? പ്രാക്ടിക്കൽ വർക്ക് വരുന്നത് നമ്മുടെ മോഡ്യൂൾ 3 ആണല്ലോ പ്രാക്ടിക്കൽ സെഷൻ. മോഡ്യൂൾ 1 കഴിയുമ്പോൾ, മോഡ്യൂൾ 2 നിങ്ങളുടെ ഇംഗ്ലീഷ് ആണ്. മോഡ്യൂൾ 1 4 പാർട്സ് ഉണ്ടല്ലോ. ആ തിയറി പോർഷൻ കഴിയുമ്പോൾ ഏകദേശം പാർട്ട് 3 കഴിയുമ്പോഴേക്കും പ്രാക്ടിക്കൽ സെഷൻ കൊടുക്കാനായിട്ട് പറ്റും. വേറെ ഒന്നും കൊണ്ടല്ല, പാർട്ട് 3 മോണ്ടിസോറി കോർ സബ്ജക്റ്റ് ആണ് നമ്മുടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്. നമ്മൾ അതിലൂടെ ശരിക്കും പോകണം. നമ്മൾ ആ മോണ്ടിസോറി എൻവയോൺമെന്റിലാണ് നമ്മളെ ഫീലിൽ തന്നെ നമ്മൾ ആ ടോപ്പിക്കിലൂടെ കടന്നു പോകണം. അതുപോലെ ഉള്ളിലേക്ക് എടുക്കണം. അതിന് ടൈം എടുക്കും. മോഡ്യൂൾ 1 പാർട്ട് 3 കഴിയാനായിട്ട്. അപ്പൊ അത് ഞാനായിരിക്കും എടുക്കുന്നത്, കോർ ടോപ്പിക് ഞാനായിരിക്കും എടുക്കുന്നത്. അപ്പം പാർട്ട് 4 അപ്പോഴേക്കും ടീച്ചേഴ്സ് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം തന്നെ പാർട്ട് 4 കഴിയുന്നതേ, പാർട്ട് 3 കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും പ്രാക്ടിക്കൽസ് അവർ സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ആയിട്ട് ആദ്യം ചെയ്യും. കാരണം എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പറ്റില്ലല്ലോ. ദൂരേക്കുള്ളവരോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ, ചിലപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടാകാം, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ടാവും, വീട്ടിൽ വേറെ ആരും ഇല്ലാതെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടി ദൂരെ വരാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഓൺലൈനിൽ എല്ലാ മെറ്റീരിയൽസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. ഓൺലൈനിന്റെ ലിമിറ്റേഷൻ നമുക്ക് അറിയാം. അപ്പം അത് കഴിയുമ്പോൾ ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിക്കുള്ളൂ. അതൊരു സാറ്റർഡേ ആയിരിക്കും കേട്ടോ. സാറ്റർഡേ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ടീച്ചേഴ്സ് നമുക്കെല്ലാം ക്ലാസ് ഉള്ളതല്ലേ. അപ്പൊ ടീച്ചർമാർക്കും പല പല ക്ലാസ് ഉള്ളതാ. അപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാം വന്ന് ഫ്രീ ആവണമല്ലോ. അതുകൊണ്ട് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ആ വീക്കെൻഡിൽ വരുന്ന ആ ഒരു സാറ്റർഡേ ആണ് ഏറ്റവും കൺവീനിയന്റ്. മോർണിംഗ് 9:30 10 ആ ഒരു ടൈം വെക്കും. തലേ ദിവസം വരാൻ പറ്റുന്നവർക്ക് അങ്ങനെ വരാം, അല്ലാതെ അങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ഗ്രൂപ്പില് അങ്ങനെ ആയിട്ട് വരണം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ വന്ന ബാച്ചിനെല്ലാം ഒരു 10 മണിക്ക് തുടങ്ങിയിട്ടും 10:30 തുടങ്ങിയിട്ടും ഉച്ചയായപ്പോ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരിട്ട് വരാം. അപ്പം ചില ബാച്ചുകൾ ചെയ്ത് ദൂരെയാണ്, വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ അതൊരു എവിടെ അമ്പിളിയുടെ വീട്? ഞങ്ങള് പാലക്കാട് ജില്ലയിലാണ്, ചെർപ്പളശ്ശേരി എന്ന് പറയും. ചെർപ്പളശ്ശേരി. അമ്പിളിക്ക് ദൂരം കൊണ്ടാണോ വരാൻ ബുദ്ധിമുട്ട് പറയണത്? ദൂരം കൊണ്ടാണ്. ഞങ്ങക്ക് ഇപ്പോ തൃശ്ശൂര് വന്നിട്ട് പിന്നെ അങ്ങനെ വരണം. ഞങ്ങക്ക് കൊറേ രാവിലെ നേരത്തെ പോന്നു കഴിഞ്ഞാൽ ഉച്ചയാവും എത്താന്. നോക്കട്ടെ. ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലാണ്. മാം ഞാൻ തമിഴ്നാട്ടിലാണ്. അപ്പൊ ഞാൻ അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് വേണം അതിന് വേണ്ടിട്ട് വരാൻ. സ്റ്റേ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. ഒന്നിച്ചിട്ട് വരാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. വരണം എന്ന് ആഗ്രഹമുണ്ട്. സ്റ്റേ ചെയ്യാൻ കുറച്ച് പേരുണ്ടെന്ന് അങ്ങനെ വരാലോ. എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് വരൂ. ഓ താങ്ക് യു. തലേ ദിവസം മലപ്പുറത്തേക്ക് പോയി, ഇവിടുന്ന് രാവിലെ പോയ 10 മണിക്ക് എത്തും എറണാകുളം. തലേ ദിവസം മലപ്പുറത്തേക്ക് വന്നോ? തലേ ദിവസം വരേണ്ടവർ അങ്ങനെ ആ രീതിയിൽ വരും. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് നൈറ്റ് ജേർണി ബുദ്ധിമുട്ടായിരിക്കും നസീമ. അപ്പൊ അവര് വൈകിട്ടോ ഉച്ചയ്ക്കോ ഒക്കെ ആയിട്ട് വന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യുവാൻ. എന്റെ വീട് നമ്മളുടെ ഓഫീസ് പറവൂർ ടൗണിൽ തന്നെയാണ്.
പറവൂരിന്ന് കുറച്ച് മാറി ഒരു 3 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് എന്റെ വീട്. 4 ഇല്ല, 3 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ്. നന്ദ്യാട്ടുകുന്ന് എന്ന് പറയും, അവിടെയാണ് എന്റെ വീട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. നമുക്ക് ഇനി സമയമുണ്ട്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോ അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ. വരുന്ന തലേദിവസം ചിലര് കൂടെ ബാച്ചിലുള്ളവരുടെ വീടുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. എല്ലാ ബാച്ചിനോടും ഞാൻ പറയും വീട്ടിലേക്ക് വരും, വീട്ടിലേക്ക്. പിന്നെ രാവിലെ തന്നെ ഇതിപ്പോ മലപ്പുറത്ത് നിന്നൊക്കെ ആണെങ്കിലും ഒരു ട്രെയിനിൽ രാവിലെ എത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഒരേ ഏരിയന്ന് വരുന്നവർ ഒരുമിച്ച് വരുമ്പോ വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഉച്ചയോടുകൂടി കഴിയാറുണ്ട് ഈ ഒരു ഇത്. ആ സെഷൻ കഴിയുമ്പോൾ ആ ഒരു സമയത്ത് പല ബാച്ചിലുള്ളവരും റെക്കോർഡ്, അസൈൻമെന്റ്, സർവേയുടെ റിപ്പോർട്ട് അതെല്ലാം കംപ്ലീറ്റ് ആക്കി കൊണ്ടുവന്ന് സൈനും സീലും ചെയ്തു പോയിട്ടുണ്ട്. നമ്മളത് നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരിങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് എഴുതിയതല്ലേ, ഞങ്ങൾക്ക് മാമിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ഒരു സീലും സൈനും ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണല്ലോ. അത് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു വാല്യൂ ചെയ്തതിന്റെ ഒക്കെ ഒരു നല്ലൊരു ഫീൽ കിട്ടില്ല. അങ്ങനെ ചെയ്തവരുണ്ട്. നാളെ ഒരു ബാച്ചിന്റെ നടക്കുന്നുണ്ട്. ആ ഒരു ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷനിൽ അതിന് മുമ്പിലത്തെ ബാച്ചിൽ വരാൻ പറ്റാത്തവർക്കും കൂടെ വരാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്നവര് വൈവ, ഞാൻ ചോദിച്ചു 2-3 പ്രാവശ്യം എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ആളിന്റെ വൈവ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു നാളെ വരുമ്പോ വൈവ അറ്റൻഡ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോ ഞാൻ അത് മാമിനോട് അങ്ങോട്ട് ചോദിക്കാതിരിക്കുകയായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും കഴിയും. വൈവയ്ക്ക് ഒരു 10 മിനിറ്റ് മതി. നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ അതും കഴിഞ്ഞ് നിങ്ങൾക്ക് പോവാം. അതിനൊക്കെ അനുസരിച്ച് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. ഫസ്റ്റ് ബാച്ചിന്റെ ഒക്കെ എന്ന് വെച്ചാൽ എന്താണ് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, ആ ഒരു പ്ലാനിങ്ങും ഷെഡ്യൂളൊന്നും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി. പക്ഷെ നിങ്ങളുടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടാ പോകുന്നത്. അപ്പൊ അത് ചെയ്യാം. പ്രാക്ടിക്കൽ സെഷൻ എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ വന്ന് അത് തൊട്ട് നോക്കണം, നിങ്ങളത് ചെയ്ത് നോക്കണം. നമ്മുടെ സെൻസസ് മുഴുവൻ യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതുപോലെയാണ്. അപ്പം നമ്മളൊക്കെ അത് തൊട്ട് അതിന്റെ ടെക്സ്ചർ മനസ്സിലാക്കണം. കണ്ണടച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു ടച്ച് അത് കൊണ്ട് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സൗണ്ട് വെച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ നമ്മൾ പാർഷ്യലി മനസ്സിലാക്കണുള്ളൂ. സോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട് അല്ലേ മാം? ഇംഗ്ലീഷ് അത്യാവശ്യം കുട്ടികൾ സംസാരിക്കാനും അല്ലാതെ വൈബക്കും ഒക്കെ. കാരണം അത് നമ്മളുടെ ഒരു ശരിക്കൊരു കമ്മിറ്റ്മെന്റ് ആട്ടോ അത്. കാരണം ഇംഗ്ലീഷ് വേണം എന്നുള്ള കാരണം ഈ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പായി വരുന്ന ടൈമിലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നമ്മളപ്പോ അവർക്ക് നല്ല ലാംഗ്വേജ് കൊടുത്തില്ലെങ്കിലോ അവരുടെ ലാംഗ്വേജ് അത്രയും പോവില്ലേ. അവരുടെ ബേസ് ആണ് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു ഫണ്ടമെന്റൽ കാര്യം. 3 വയസ്സ് വരെ വീട്ടിലായിരുന്നു നമ്മൾ പറയുന്നത് കേട്ടാണ് അവർ ഓരോന്ന് പറയുന്നത് അല്ലെ. പക്ഷെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവുന്ന ടൈമാണ്. അപ്പൊ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ അവർക്ക് കിട്ടുന്നത്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ക്ലാസ് റൂം ഇംഗ്ലീഷുകളൊക്കെ ഉണ്ടാവില്ലേ കിഡ്സിനുള്ള? നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുന്നത്. അത് വൺസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആകും, അത് ശരിയാകും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ എന്റെ മോൾ LKG പഠിക്കുമ്പോഴേ, ഇപ്പോൾ LKG വരെ വലിയ കുഴപ്പമില്ലാണ്ട് LKG ഒരു വീട്ടിലായിരുന്ന സമയത്ത് നമ്മൾ മലയാളമാണല്ലോ ഉപയോഗിക്കുന്നത്, നല്ലപോലെ മലയാളം പറയായിരുന്നു. LKG ചെന്ന് കഴിഞ്ഞപ്പോ ഈ കുട്ടികളുടെ മുഖമൊക്കെ നല്ല ക്യൂട്ടല്ലേ, അവര് നല്ല ഇതായിട്ടല്ലേ ഇരിക്കുന്നത് സംസാരിക്കും. ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഓടുന്നു, ഒരു സൈഡിലേക്ക് പോകുന്നു. ഞാൻ എന്താ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കണേ, ചുണ്ടിങ്ങനെ കോടി പോകുന്നേ. ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം എന്തായത്, ഇത് ഡോക്ടറെ എല്ലാം കാണിക്കണോ? പിന്നെയല്ലേ കാണുന്നത്. ഇവരുടെ ക്ലാസ് ടീച്ചർ ഉണ്ട്, ഒരു സിസ്റ്റർ ആയിരുന്നു. സിസ്റ്ററുടെ ഒരു ഫിസിക്കൽ ഒരു ഡിഫോർമേഷൻ ആണ്. ചിലരുടെ ഒരു മാനറിസം ഉണ്ടല്ലോ. സിസ്റ്റർ സംസാരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് പോകും. KG-ലൊക്കെയാന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റർ തന്നെയായിരിക്കും 3-4 സബ്ജക്റ്റുകളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റർ എങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതുപോലെ ഈ കുട്ടി സംസാരിക്കുക. ഞാൻ അതിൽ നിന്നും മാറ്റിയെടുക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് മാറ്റാൻ കുറെ കഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് സ്കൂളിന്റെ ഒരു രീതി അനുസരിച്ച് കുട്ടിയുടെ ലാംഗ്വേജ് മാറും. സ്കൂളിൽ സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ സ്റ്റാഫും ഇംഗ്ലീഷ് പറയുന്നില്ല, കുട്ടികളും പറയുന്നില്ല. അതങ്ങ് വലിയ കമ്പൽസറി ഒന്നുമില്ല. ഇതിപ്പോ നമ്മളുടെ മലയാളം നല്ലതാണ്, വളരെ സുന്ദരമാണ്, മലയാളം കുട്ടി നന്നായി അറിയണം. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം, ഞാൻ മലയാളം മീഡിയത്തിലോട്ട് പഠിച്ചേ, നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് പറയണ കേൾക്കാനൊരു കാരണം ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാനൊക്കെ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ജസ്റ്റ് ആ ഒരു 23-24 ഇയേഴ്സിലൊക്കെ
ഈ മോണ്ടിസോറിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് ആയത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ പുറത്തു വരില്ല, ബ്ലോക്ക് ആവും. പക്ഷെ മോണ്ടിസോറി ഒരു 1 ഇയർ ഞങ്ങൾക്ക് കമ്പൽസറി ആയിരുന്നു ക്ലാസ്സിൽ ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് അത് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിഷമമില്ല. വലിയ ഗ്രാമറും വൊക്കാബുലറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരാൾ പറയണത് കേൾക്കാൻ മനസ്സിലാകും. ചില ആക്സെന്റുകൾ ഫോറിനേഴ്സിന്റെ ചില ടോണുകൾ നല്ലപോലെ മനസ്സിലാകും. അത് പക്ഷെ കുറെ മൂവീസ് കണ്ടു, സബ് ടൈറ്റിൽ ഇല്ലാതെ കണ്ടു. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ സബ് ടൈറ്റിൽ വായിച്ചോണ്ടിരിക്കുള്ളൂ, പറയുന്നത് കേൾക്കില്ല. അതില്ലാതെ ഹെഡ്ഫോൺ വെച്ച് കുറെ അങ്ങനെ കണ്ടു. ചില ന്യൂസ് കണ്ടാൽ മതി യൂട്യൂബില്, ഇംഗ്ലീഷിലുള്ള ന്യൂസ്. ചിലപ്പോ അതൊന്നും മനസ്സിലാവില്ലായിരിക്കും. കുറെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴേക്കും നമ്മുടെ ലാംഗ്വേജ് പതുക്കെ ശരിയായിക്കോളും. ഇനി അങ്കിത ഇല്ല ഇവിടെ. അങ്കിത ഇപ്പൊ വാശിയാ, ഞാൻ മലയാളിയെ പറയുള്ളൂ. അങ്കിത ഇംഗ്ലീഷ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുറെ പഠിച്ചേനെ. അങ്കിത ഈ ക്ലാസ്സിലല്ലേ. അപ്പൊ അങ്ങനെ ഒരു എന്തോ ഈ ഇല്ലല്ലോ. വന്നത് MT10 ആയിരിക്കും. ഒരു അങ്കിത ഉണ്ട്. ഇല്ല, മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു? ഒരു ഇംഗ്ലീഷ് മാത്രമേ അതല്ലേ? അത് കിം അല്ലേ, ഒരു മണിപ്പൂരി കുട്ടി. അടുത്ത ബാച്ചിൽ നിങ്ങളുടെ വന്നതായിരുന്നു. കിമ്മിനെ ഞാൻ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യപ്പോ കിമ്മിനെ സംശയമുള്ളത് എന്നോട് ഡയറക്ട്ലി ചോദിക്കുകയാണ് കിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്കൂളിൽ ഇംഗ്ലീഷ് പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് ഞാൻ മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തു, മോളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടോ, അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരും തിരിച്ച് ഇംഗ്ലീഷ് പറയും. അവർക്ക് എന്തായാലും വലിയ ഷേക്സ്പിയർ ഇംഗ്ലീഷും വൊക്കാബുലറി ഒന്നും ഉണ്ടാവില്ലല്ലോ. സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും. അവര് വളരെ സിമ്പിൾ ആയിട്ട്, ഗ്രാമറും ഉണ്ടാവില്ലായിരിക്കും അതിനകത്ത്, സിമ്പിൾ ആയിട്ട് സംസാരിക്കും. നമ്മളും ഭയങ്കര കോൺഫിഡന്റ് ആവും, അവരും ഭയങ്കര കോൺഫിഡന്റ് ആവും. വലിയ കുട്ടികളാണെയോ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഒന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ലോകത്തായിരിക്കും. എന്തോ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളുടെ പ്രത്യേകതയാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മള് പൊതുവെ മലയാളം ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ മലയാളികളാവുമല്ലോ. അപ്പോ ഒരുവിധം സ്കൂളിലെ നമ്മൾ നാട്ടിൽ പഠിച്ച കുട്ടികളും പിന്നെ ഈ വേറെ ഇങ്ങനെ മദ്രാസ് ബാംഗ്ലൂരിലെ അവിടെയൊക്കെ പഠിച്ച ചെറുപ്പം മുതലേ വരുന്ന കുട്ടികളും തമ്മിൽ ഒരുപാട് മാറ്റമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മൾ പഠിപ്പിക്കണതെങ്കിലും അവർക്ക് അങ്ങനെ ആ കുട്ടികൾ പറഞ്ഞ ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവര് ഇംഗ്ലീഷിലാണ് നമ്മൾ മലയാളം പറയണ പോലെ, നമ്മുടെ കുട്ടികൾ മലയാളം പറയണ പോലെ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പൊ അത് നല്ല ഒരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ വേറെ ഇതിലുള്ള കുട്ടികൾ അവര് ഇംഗ്ലീഷിൽ അവർക്കൊരു പ്രശ്നമില്ലാത്ത പോലെ അവർ സംസാരിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾ അങ്ങനെ അവർക്ക് പേടിയാണ്. അപ്പൊ എന്റെ തന്നെ അനുഭവത്തിൽ എന്റെ ഫാമിലിയിൽ തന്നെ കുറെ പേരുണ്ട്, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. എന്റെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവര് കുട്ടികളൊക്കെ ഇങ്ങനെ വെക്കേഷനൊക്കെ നാട്ടിലേക്കൊക്കെ വരുമ്പോ അവര് ഇംഗ്ലീഷിലാണ് ആ കുട്ടികൾ സംസാരിക്കുക. അപ്പൊ അവര് സ്കൂളിലെ ഒരു ഇതുകൊണ്ടാവും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലായതുകൊണ്ടാവും അങ്ങനെ നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കണതെങ്കിലും അവർക്ക് ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു കുറവ് കൊണ്ടാവും അങ്ങനെ സംഭവിക്കണത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ മോൾക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടിയതെന്ന് വെച്ചാൽ LKG അവളെ LKG UKG ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നത് ഒരു നോൺ മലയാളിയായിരുന്നു. മിസ് ഒരു തമിഴായിരുന്നു, നല്ല ഇംഗ്ലീഷ്. മിസ്സിന് വേറെ ലാംഗ്വേജ് അറിയില്ല, മലയാളം പറയാൻ അറിയില്ലല്ലോ. അപ്പൊ കുട്ടികൾ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങി. അപ്പൊ അതാണ് ആ ഒരു ബേസ് ഏജില് കുട്ടിക്ക് എന്താണോ കിട്ടുന്നത് അത് അവര് ഫോളോ ചെയ്യും. അപ്പൊ എനിക്കും അതൊരു നല്ല ഇതായിരുന്നു. ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ പിന്നെ ആ ഒരു ഏജ് കഴിഞ്ഞപ്പോഴേക്കും അവര് പിന്നെ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഇംഗ്ലീഷ് പറയലൊന്നും ഇല്ലല്ലോ. എല്ലാം കൊളോക്കിയലായിട്ട് മലയാളം പറയുന്ന കുട്ടികള്. ഞാൻ എന്റെ വീട് ശരിക്കും തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ അടുത്ത തിരുവാങ്കുളം എന്ന് പറയും. അപ്പോ എന്റെ മലയാളം വലിയ കുഴപ്പമില്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്റെ മക്കൾക്ക് അത് കിട്ടിയിട്ടില്ല. അവര് പറവൂര, അവര് ജനിച്ചതും വളർന്നതും ഒക്കെ പറവൂര. അപ്പൊ അവരുടെ ഫ്രണ്ട് സർക്കിള് പറവൂരിലെ ടോൺ വേറെയാണ്. അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് മലയാളം അവരുടെ മലയാളം ആ രീതിയിലായി. എന്റെ സ്കൂളിൽ വെച്ച് തന്നെ എല്ലാരും കളിയാക്കുമായിരുന്നു, അച്ചടി ഭാഷയിൽ അജീഷ സംസാരിക്കണേന്ന്. എന്റെ മലയാളം എന്റെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. അവര് കുഞ്ഞായിരുന്നപ്പോ എന്നോട് സംസാരിക്കുന്നതല്ലാതെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ടോണയും മാറി. അപ്പോ അതാണ് ഓരോ ഇൻഫ്ലുവൻസ്, പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, സ്കൂളിൽ കിട്ടുന്ന ബേസ്, നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത്, അങ്ങനെ ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറും. പക്ഷെ മോള് പ്ലസ് ടു പഠിക്കാനായിട്ട് പേരക്കുട്ടിക്ക് 1.25 വയസ്സായിട്ടുള്ളൂ. ഒരു ഗൾഫിലാണ്. അവരൊക്കെ ഇപ്പോ എന്ത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും കുട്ടീനോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുക, ഇംഗ്ലീഷിലാണ് ചോദിച്ചു തുടങ്ങുക.
അപ്പൊ ഇനിയിപ്പോ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ടീച്ചർ ആവാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവണ്ടിനി. പിന്നെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ചെറിയ കുട്ടികളെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. എന്തായാലും പാഴായി പോകില്ലല്ലോ ഈ പഠനം. നമ്മൾ പണ്ട് അല്ലേ പണ്ട് നമ്മളെ സ്കൂളിൽ പഠിച്ചിരുന്ന സൈനും കോസും തീറ്റയും അതൊക്കെ അല്ലേ ഉസാഗ ലസാഗോ അതൊന്നും ജീവിതത്തിൽ കണ്ടില്ലെങ്കിലും ഇത് കാണും എന്തായാലും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്നെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ എന്നെ മിക്കവാറും വഴക്കുണ്ടാക്കും എന്റെ അടുത്ത്. ഞാൻ എന്താ ഈ ക്ലാസ്സിൽ പറയണെന്നായിരിക്കും. ഓക്കെ, നമ്മൾ പക്ഷെ എവിടെയായിരുന്നു? ടൈം പോകാൻ അറിയില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നമ്മുടെ സൈക്കോളജി ഉണ്ടല്ലോ, സൈക്കോളജി, ആ സൈക്കോളജി മിസ് എടുക്കുന്നുണ്ടോ ഏതെങ്കിലും പോർഷൻ? സൈക്കോളജി പോർഷൻ ഞാൻ തന്നെ എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം എനിക്ക് കുറച്ച് ആഡ് ചെയ്യാനുണ്ട് അതിനകത്ത്. അല്ല, സൈക്കോളജി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒക്കെ വ്യത്യാസം പറഞ്ഞിട്ടേ. അപ്പൊ ഭൂരിഭാഗം പേരും ഈ സൈക്കോളജി ആയിട്ട് അധികം റിലേറ്റഡ് അല്ലാത്തവരെ. അപ്പൊ ഞാനൊന്നും ഒട്ടും സൈക്കോളജി പഠിച്ചിട്ടില്ല. അപ്പൊ മിസ് പറഞ്ഞു പോകുമ്പോഴേ നമുക്കത് എങ്ങനെയോ ഒരു ഇച്ചിരി ടഫ് പോലെ തോന്നുന്നുണ്ട്. ജിഷ മിസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് അത് ഈസി ആവുന്ന ഒരു തോന്നലുണ്ട്. അത് ഞാൻ എടുക്കാം കേട്ടോ. കാരണം നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് കഴിഞ്ഞോ? ഇല്ല മാം, തുടങ്ങി. ജസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പാർട്ട് 2 ഞാൻ പാർട്ട് 1 എന്തായിരുന്നു എടുത്തിരുന്നത് ശ്രീലക്ഷ്മി? ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് എടുത്തിരുന്നോ? ഇല്ല മാം. അത് ഞാൻ എടുക്കാം. അത് കിട്ടിയിട്ടില്ലല്ലോ മാഡത്തിന്റെ. എന്തോ അധികം ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ പറയാ. കുറച്ച് ദിവസമല്ലേ. അത് ഞാൻ എല്ലാ ബാച്ചിലും ഞാൻ ഇതെടുക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നമുക്കറിയാം, നമ്മുടെ വീട്ടില് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. ദേഹം മുറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയും മരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇച്ചിരി സിവിയർ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കാരണം അവര് വീഴും, ഓടുമ്പോൾ വീഴും, മുറിവ് വരും, അത് ക്ലീൻ ചെയ്ത് മരുന്നിടാനൊക്കെ നമുക്കറിയാം. നമുക്കൊരു മുറിവ് പറ്റിയാൽ നമ്മൾ അവിടെ മരുന്നിടും. അവിടെ ഉണങ്ങുന്നവരെ നമ്മളത് ശ്രദ്ധിക്കും. ഉണങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു പാട് വന്നാൽ ആ സ്കാർ എങ്ങനെ മാറ്റും? നമ്മുടെ ബ്യൂട്ടിയെ ബാധിക്കുന്നതാണല്ലോ. ആ സ്കാർ മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ള ഗവേഷണമായിരിക്കും. പിന്നെ നമ്മൾ പോയി അതിനുള്ളത് കണ്ടുപിടിച്ച് മരുന്ന് ചെയ്ത് നമ്മളുടെ പാടൊക്കെ നമ്മൾ മാറ്റും. പക്ഷേ മനസ്സിനൊരു മുറിവ്, ഒരു ഇഞ്ചുറി സംഭവിച്ചു, അവിടെ ഒരു സ്കാർ വന്നു, അതെങ്ങനെ ക്യൂർ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അത് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആകണം. കാരണം അത്രയും കുഞ്ഞ് ഡെലിക്കേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവർ ചിലപ്പോൾ ചില വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടോ പല പ്രശ്നം ഫേസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ചിലപ്പോൾ അമ്മയുടെ ഒരു ഷൗട്ട്, അല്ലെങ്കിൽ അമ്മ ഇല്ല, വാക്കമാണ് ആ സ്പേസ്, അമ്മ പുറത്ത് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ അവരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് PFA എന്നുള്ളത്. അങ്ങനെ വരുന്ന ആളെ നമ്മൾ എങ്ങനെ ക്യൂർ ചെയ്യണം. അപ്പൊ ആ ടോപ്പിക് ഞാൻ എടുക്കാം. അതൊരു ഡിഗ്രി ലെവലിലുള്ള ഒരു കോഴ്സിന്റെ ഒരു PDF എന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ അതൊന്ന് കണക്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഡെവലപ്മെന്റ് ഗ്രോത്ത് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഒരു നോട്ട്ബുക്ക് വാങ്ങി 4 പാർട്സ് ആക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സിനകത്ത് സിലബസിലുണ്ടോ ഇല്ലയോ അതൊന്നുമല്ല. നമ്മൾ എപ്പോഴും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു ബുക്കിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുകയല്ല നമ്മളൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ വൈഡാണ്. വി ഹാവ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇത് ഇല്ലല്ലോ, പക്ഷെ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്, പരീക്ഷകളുണ്ട്. അതൊരു ക്രൈറ്റീരിയ ആണല്ലേ. നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊരു ക്രൈറ്റീരിയ. പക്ഷെ അതവിടെ നിന്നോട്ടെ. നമ്മൾ എപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് വാങ്ങുക. വലിയ നോട്ട്ബുക്ക് ഒന്നും, ഒരു ഡയറി ആയാലും മതി കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ വർഷം കിട്ടുന്ന ഇങ്ങനത്തെ ഡയറി ആയാലും കുഴപ്പമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും എഴുതി കുത്തി വരച്ചതോ അങ്ങനത്തെ ഒന്നും ആയിരുന്നു. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കണം, വേറൊന്നും എഴുതാത്തത്. അതിനെ നിങ്ങൾ ഈക്വൽ 4 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ ഒരു അസസ്മെന്റ് ടൂളാണത്. 4 പാർട്സ് ആക്കുക. അതായത് മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് ചൈൽഡ്ഹുഡ്, രണ്ടാമത്തെ സ്റ്റേജ് അഡൽട്ട്ഹുഡ്. ഈ ചൈൽഡ്ഹുഡിനെ തന്നെ അവർ വീണ്ടും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡൽട്ട്ഹുഡിനെ വീണ്ടും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 4 പീരീഡ് ആണ്.
അപ്പൊ ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് തുടങ്ങിയിട്ട് 12 ഇയേഴ്സ് വരെയും ടീനേജിന്റെ പടിവാതിക്കല് നമ്മൾ വന്ന് നിൽക്കില്ലേ, അതുവരെയാണ് ചൈൽഡ്ഹുഡ്. ബർത്ത് തുടങ്ങിയിട്ട് 12 ഇയേഴ്സ്. അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12 ഇയർ തുടങ്ങി 24 ഇയർ വരെ, 24 വയസ്സ് വരെ. നമുക്കറിയാം ബ്രെയിനിന് 2 പാർട്ട് ഉണ്ട്, ഇമോഷണൽ പാർട്ടും ഇന്റലക്ച്വൽ പാർട്ടും. ഒരു ബ്രെയിൻ പൂർണ്ണമായി ഡെവലപ്പ് ആകുന്നത് 24 ഇയേഴ്സിലാണെന്നാണ് പറയുന്നത്. 24 വയസ്സാവുമ്പോൾ ഇമോഷണൽ പാർട്ടും ഇന്റലക്ച്വൽ പാർട്ടും നമ്മൾ മെച്യൂരിറ്റി എത്തി, വകതിരിവ് വന്നു എന്നൊക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാർ പറയില്ലേ. 18 വയസ്സ് കഴിഞ്ഞ ഒരു സമാധാനമുണ്ട്, വകതിരിവായി എന്ന് നമ്മൾ പറയും. അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ ഈ ബ്രെയിൻ പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കറക്റ്റ് ആവുന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു സമയത്താണ് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവാനുള്ള മെച്യൂരിറ്റി ഉണ്ടാകൂ എന്ന് പറയണം. പക്ഷെ എന്ന് കരുതിയിട്ട് 24 വയസ്സ് കഴിയുമ്പോഴേ നീ നിനക്ക് പാടുള്ളൂ എന്ന് നമുക്ക് ഒരു കുഞ്ഞിനോടും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. കാരണം ഇവരുടെ ഉള്ളിൽ ആ ഇമോഷൻസ് ഒക്കെ ട്രിഗർ ചെയ്യും. അഡോളസൻസിൽ എത്തുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നും. പക്ഷേ അവിടെ നമ്മൾ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമ്മുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ഒരു ഫീല് വരുമ്പോൾ ഇവര് വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് അത് ഷെയർ ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഒരാളോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് അമ്മ, അല്ലെങ്കിൽ മിസ്സേ എന്ന് നമ്മളോട് പറയാൻ തോന്നുന്ന ഒരു ബന്ധം നമ്മൾ ആ സ്പേസ് നമ്മുടെ മക്കളോട് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഇഷ്ടം തോന്നിയ ആളോട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് ഒന്ന് പറയും. അല്ലെങ്കിൽ ഒരാള് വന്ന് മോളുടെ അടുത്ത് എന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അവള് അല്ലെങ്കിൽ അമ്മോൻ അല്ലെങ്കിൽ മോൾ ഇത് പറയുന്നതിന് കാരണം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യണ്ടേ, അവരെ സംബന്ധിച്ച് നമ്മൾ പ്രോബ്ലം സോൾവറാ. ആ ഒരു റോള് നമുക്ക് കിട്ടണം. ആ രീതിയിലുള്ള സ്പേസ് മക്കളുമായിട്ടും കുട്ടികളുമായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അവര് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുക. അവിടെ നമ്മൾ വയസ്സായിട്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് അത് നമ്മൾ ഡീൽ ചെയ്യണം. അപ്പോഴവരത് ആ റൂട്ടിൽ തന്നെ പോകുന്നു. അതേസമയം ആ ഇമോഷൻസിനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രായമാണല്ലോ. അത് നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് അവിടെ സപ്പോർട്ടറായിട്ട് നമ്മളുണ്ട്. അതേസമയം ഈ ഒരു സപ്പോർട്ട് കിട്ടാതെ ഈ ഒരു പ്രായത്തില് ഇങ്ങനെ റിലേഷൻഷിപ്പിലായി കുറച്ചു കഴിഞ്ഞ് ബ്രേക്കപ്പ് ആവുമ്പോഴാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് കത്തി കൊണ്ട് കുത്താൻ പോകുന്നു, പെട്രോൾ ഒഴിക്കുന്നു, ആസിഡ് ഒഴിക്കുന്നു, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും വരുന്നത്. വയലന്റ് ആയി മാറും. ആ പ്രണയം സ്നേഹം എന്നുള്ളതൊക്കെ ഒന്ന് വയലൻസ് ആയി മാറുക. അപ്പൊ അത് നമ്മളുടെ കുഞ്ഞുങ്ങളില് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളും അവരുമായിട്ടുള്ള ബോണ്ടിങ് ആ സ്പേസ് കറക്റ്റ് ആയിരിക്കണം. ചില കുട്ടികൾക്ക് അത് ടീച്ചർമാരായിരിക്കും, അവർക്ക് വീട്ടിൽ ആ സ്പേസ് ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ നമ്മള് ആസ് എ പാരന്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളും ഉണ്ട്, നമ്മൾ പോകുന്ന കുഞ്ഞു കുട്ടികളായിരിക്കും കിട്ടുക. പക്ഷെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഹയർ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളായിട്ട് നമുക്ക് വീണ്ടും ബന്ധമുണ്ട്. അവർ വലുതാകുമ്പോൾ അങ്ങനത്തെ കേസ് നമ്മുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങള്, നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികള്, അങ്ങനെ നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബുക്ക് എടുക്കുക, 4 പാർട്സ് ആക്കുക. ഈ ഏജിനനുസരിച്ച്, അതായത് മറിയാം മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2 സ്റ്റേജിനെ വീണ്ടും ഓരോരോ 2 പീരീഡ് ആക്കി 4 പീരീഡ് ടോട്ടൽ. ബർത്ത് തുടങ്ങി 6 വയസ്സ് വരെ 6 വയസ്സ് വരെ ഒന്നാമത്തെ പീരീഡ്, 6 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെ സെക്കൻഡ് പീരീഡ്, 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ ടീനേജ് തളച്ചു നിൽക്കുന്ന പ്രായം അല്ലെ. 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ മൂന്നാമത്തെ പീരീഡ്, 18 വയസ്സ് തുടങ്ങി 24 വയസ്സ് വരെ 4ാമത്തെ പീരീഡ്. അങ്ങനെ ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ 4 പീരീഡ് ആക്കി ബുക്കിൽ വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് സ്റ്റേറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അതില് മിസ്മാര് പറയണ്ടാവും ഓരോ പ്രായത്തിലും ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തിന് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോ നമ്മൾ നോക്കിയില്ലേ, അപ്പൊ നമ്മളെ നോക്കി ചിരിച്ചത് എപ്പോഴായിരുന്നു എന്താണ് കമഴ്ന്ന് വീഴാൻ തുടങ്ങിയത്, എപ്പോഴാണ് എഴയാൻ തുടങ്ങിയത്. നമുക്ക് അവരുടെ ഓരോ പ്രായം ഓരോ സമയം എപ്പോഴാണ് ഇരിക്കാൻ തുടങ്ങുന്നത് എല്ലാം കാണുന്ന മിക്കവാറും അമ്മമാരായിരിക്കും ആദ്യമായിട്ട് കാണുന്നത് അല്ലെ. അപ്പൊ നമുക്കതറിയാം. അതുപോലെ നമുക്ക് മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്യാം ഓരോ പ്രായത്തിലും ഈ കുട്ടികൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത്. ആദ്യത്തെ കുറെ ഏജിലേക്ക് നമുക്ക് കിട്ടും. 18, 19 ഒക്കെ എന്ന് വെച്ചാൽ സ്കാറ്റർ ചെയ്ത് കിടക്കുക. എന്തായാലും നിങ്ങൾ ഇങ്ങനെ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് 3 to 6 ഇയേഴ്സ് കുട്ടികളാണ്. നമ്മുടെ മുന്നിൽ ഒരു 4 വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു 5 വയസ്സുകാരൻ വരും. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ അസസ്മെന്റ് ടൂൾ ഉണ്ട്, നമ്മുടെ ഈ നോട്ട്ബുക്കിൽ നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന PDF കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് വേറെ 4 സൈക്കോ അനാലിസ്റ്റുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവര് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻസ് ഞാൻ ഷെയർ ചെയ്തു തരാം. അതും വായിച്ച് അതും കൂടെ നോക്കിയിട്ട് വേണം ഈ നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ.
ഓരോ പ്രായത്തിലും എന്തൊക്കെയാണെന്ന്. മറിയാം മോണ്ടിസോറിക്ക് മോണ്ടിസോറി മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. അവരെഴുതി വെച്ചതും റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡ് ചെയ്തത്. ആരൊക്കെയെന്നും പറഞ്ഞുതരാം. നമ്മുടെ മുന്നിൽ ഈ 5 വയസ്സുകാരൻ വരും. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഓരോ പ്രായത്തിലെ കുട്ടി എങ്ങനെയാണെന്നുള്ളത് അറിയാം. പക്ഷെ ഇവൻ കാണിക്കുന്നത് 2 വയസ്സുകാരൻ കാണിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് 5 ഇയേഴ്സാ, പക്ഷെ കുട്ടിയുടെ മെന്റൽ ഏജ് 2 ഇയേഴ്സ്. സാധാരണ അമ്മമാരൊക്കെ പറയും, ഓ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാവും. ബട്ട് അതിനെ അങ്ങനെ നമ്മള് ഡോൺ കെയർ ആയിട്ട് വിടരുത്. കാരണം കുഞ്ഞു പ്രായത്തിൽ അവർക്കൊരു ഡിഫോമിറ്റി, എന്തെങ്കിലും ഒരു ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അത് അഡ്രസ് ചെയ്ത് അതിന്റെ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് മാറും. വലുതാവും തോറും അത് ബുദ്ധിമുട്ടാവും. കുട്ടികൾക്ക് ചെറിയ ഓട്ടിസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചെറുപ്രായത്തിൽ കാണിച്ചെന്ന് വരാം. കറക്റ്റ് ടൈമിൽ അത് അഡ്രസ് ചെയ്ത് അത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ വലുതാവുമ്പോൾ അത് സിവിയർ ആണ്, പിന്നെ മാറ്റാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ മുന്നിൽ വരുന്ന നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അപ്പൊ അത്രയും കൂടുതലാണ്. നമ്മൾ ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ മനസ്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് PFAയുടെ ഇമ്പോർട്ടൻസും പറഞ്ഞത്. അവരുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കാനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കാൻ പോകുന്ന അസസ്മെന്റ് ടൂള്. ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു പക്ഷെ നമുക്ക് അതിനൊരു റെമഡി കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പാരന്റ്സിനെ അറിയിക്കാം, സീനിയർ ടീച്ചേഴ്സിനെ അറിയിക്കാം. പാരന്റ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കുട്ടിയെ കൊണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുട്ടി മിടുക്കനാകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോ 1 ഇയർ കൊണ്ട് മോണ്ടിസോറി മെത്തേഡ് പഠിച്ചു, പക്ഷെ യെസ് ഞാൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററായി, എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷെ നമുക്ക് തോന്നുന്നു ഞാൻ ഇനിയും അപ്ഡേറ്റഡ് ആകാനുണ്ട്, ഞാൻ ഇനിയും വളരണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം പലയിടത്തും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, റെമഡിയൽ ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല ഓൺലൈനായിട്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടാവും. ഇതുപോലെ കുട്ടികളിലെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന് ട്രീറ്റ്മെന്റ്, അതായത് അതിനുള്ള സർട്ടിഫൈഡ് കോഴ്സസ് ഉണ്ടാവും ഓൺലൈനായിട്ട്, ചെറിയ ഫീ ഒക്കെ കൊടുത്തിട്ട് ചെറിയ അവേഴ്സ്, അങ്ങനെ നല്ല രീതിയിൽ ട്രെയിനിങ് തരുന്നവരുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നിൽ അവര് നമുക്ക് പ്രാക്ടിക്കൽ സെഷനും തരും കേട്ടോ, കുട്ടികളെ തരും. ഇങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ഇങ്ങനെ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളെ തരും. നമുക്ക് അവരിൽ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ കാണുമ്പോൾ ഇതാണ് ഇവന്റെ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ മാറ്റാൻ പറ്റുന്നതുണ്ടാവും. വലിയ ട്രീറ്റ്മെന്റിന് പോകണ്ടാത്ത ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പാരന്റ്സിന് എപ്പോഴും ഭയങ്കര കൺസേൺ ആയിരിക്കും സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ച്. അപ്പൊ അവർക്കൊരു ക്ലിനിക്കിലൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു വിഷമ. കാരണം നാട്ടുകാർ കാണൂ, ആരെങ്കിലും കാണൂ, അങ്ങനെയൊക്കെയുള്ള ചിലര് ചിന്തിക്കുമായിരിക്കും. പക്ഷെ നമ്മളുടെ അടുത്താവുമ്പോൾ അവര് കോൺഫിഡന്റ് ആയിരിക്കും. പാരന്റ്സ് കുട്ടിയുടെ ടീച്ചറാണല്ലോ, നമ്മളുടെ അടുത്ത് അവര് കൊണ്ടുവരാം. നമുക്ക് ഒട്ടും സാമ്പത്തികമായിട്ട് ഇതല്ലാത്തവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സർവീസ്. അതേസമയം വലിയ ഫിനാൻഷ്യലി കുഴപ്പമൊന്നുമില്ലാത്തവരാണെങ്കിൽ അതിനുള്ള ഫീസ് ഡെഫിനറ്റ്ലി തരും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവരത് തരും. കാരണം അവർക്ക് അറിയാം ആ എഫേർട്ടിന്റെ വില അവർക്കറിയാം. അപ്പൊ നമുക്കതൊരു നമ്മുടെ ഒരു ഇൻകം കൂടി ആകും. നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് നമ്മളുടെ ഫിനാൻഷ്യൽ ലെവലും മാറും. ആ ഒരു ഹാർമോണിയസ് ആയിട്ട് എത്ര പേർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ആ ഒരു ഫാമിലി, ആ കുഞ്ഞ് അവരതിന്റെ അഡൾട്ട് ആകാൻ പോകുന്നതിന് അതിനുള്ള ഒരു ബ്ലോക്കിംഗ് ആയിരുന്നു കാണും. നല്ല ഒരു മോനാകുന്നതിനുള്ള ഒരു ബ്ലോക്കിംഗ് ആവും ഈ ചെറിയ പ്രശ്നം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെന്റ് ടൂളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ ഈ സൈക്കോ അനാലിസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ലിങ്ക് ആണ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പൊ അവര് കുഞ്ഞിന്റെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജും അവര് പറഞ്ഞിട്ടുണ്ട്. ഇവര് 4 പേരാണ്. BEd ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് അവരുടെ സിലബസിലുണ്ട് പഠിക്കാൻ. എറിക് എറിക്സൺ, ജീൻ പിയാഗറ്റ്, വിഗ്ഡോസ്കി, പിന്നെ അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന പേര് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എല്ലാവരുടെയും ഒരു റെഫറൻസ് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ മകളും മിടുക്കിയായിരുന്നു അന്ന ഫ്രോയിഡ്. അവരും കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്. ഈ ഒരു ഹ്യൂമൻ മൈൻഡിന്റെ അല്ലെങ്കിൽ ആ ബിഹേവിയറിന്റെ ഒരു സയൻസ് ആണല്ലോ, സ്റ്റഡി ഓഫ് സയൻസ് ആണ് ഹ്യൂമൻ മൈൻഡ് ബിഹേവിയറിന്റെ അതിന്റെ സ്റ്റഡിയുടെ ഒരു സയൻസ് ആണ് ശരിക്കും സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞിന്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കണം. എന്നാലാണ് നമുക്ക് അവനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ അവനെ സബ്ജക്ട് സ്റ്റഡിങ് അല്ല നമ്മുടെ ഉദ്ദേശം, അവന്റെ ക്യാരക്ടർ ബിൽഡിങ് നടക്കുക. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്
ഈ സൈക്കോളജി അറിഞ്ഞാലാണ് അവനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവനൊരു വിഷമം ഉണ്ടെങ്കിൽ അവൻ അതിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് PFA അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. PFA ഒക്കെ ഞാൻ ക്ലാസ്സിൽ എടുക്കും, അതിന്റെ സോഴ്സും ഞാൻ അയച്ചു തരും. ഈ സൈക്കോ അനാലിസ്റ്റുകൾ അവർ ചൈൽഡ് ഡെവലപ്മെന്റിന് പറഞ്ഞ എങ്ങനെയാന്ന് വെച്ചാല് ചിലരുടെ ഒബ്സർവേഷൻ ഇങ്ങനെയായിരുന്നു, കുട്ടിയുടെ ഇന്റലക്ച്വൽ ലെവൽ അനുസരിച്ചാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ചിലര് പറഞ്ഞത് കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഡെവലപ്മെന്റ്, ആളുകളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് കുട്ടി അദ്ദേഹം സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നാ പറഞ്ഞത്. ഓരോ ഏജിലും കുട്ടിയുടെ പ്ലഷർ അതിനനുസരിച്ചാണ് ഡെവലപ്മെന്റ്. ജനിക്കുമ്പോ പാല് സക്ക് ചെയ്ത് കുടിക്കുന്നു, ആ മൗത്താണ് ആ ഒരു ടൈമിലെ പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ അവന്റെ ബോഡി ഫങ്ഷൻസ് ബാലൻസ് ആവുന്നു, യൂറിനേറ്റ് ചെയ്യുന്നു, മോഷൻ പോകുന്നു, ആ ഒരു ഫങ്ഷൻസ് ബൗൾ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആവുന്നു, അപ്പൊ ബോഡി കോർഡിനേഷൻ അത്. അപ്പോ ആ ഒരു ഇതാണ് അവന്റെ പ്ലഷർ എന്ന് പറയുന്നത്. അഡോളസൻസിൽ എത്തുമ്പോൾ ആ ഒരു രീതിയിൽ അവന്റെ ജെനിറ്റൽസ് ഒക്കെ ഡെവലപ്പ് ആകുന്നു, സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ആകുന്നു. അങ്ങനെ എങ്ങനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് കോൺട്രഡിക്ട് ചെയ്തു ആളുകള്. കാരണം എന്ന് വെച്ചാല് അദ്ദേഹം മെയിൽ ഫീമെയിൽ എന്നൊരു കാറ്റഗറിയെ മാത്രം ഫോക്കസ് ചെയ്താണ് പറയുന്നത്. വേറെ ജെൻഡേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഈ 4 പേരും എങ്ങനെ പറഞ്ഞു, വേറെയും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കിട്ടുവാണെങ്കിൽ പ്ലീസ് ഷെയർ. അങ്ങനെ അപ്പൊ ആ ഒരു അതിലെനിക്ക് 3 പേരുടെ ലിങ്ക് എന്റെ അവൈലബിൾ ഉള്ളു. ഒരാളുടെ ലിങ്ക് എന്ത് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നില്ല, എക്സ്പയർ ആയി. പിന്നെ ലോഗിൻ ഒക്കെ ചെയ്യണം. വേറെ എന്തോന്ന് കിട്ടുവാണെങ്കിൽ ബിഎഡുകാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അതിന്റെ ടെക്സ്റ്റും ഉണ്ടാവും, അതിനെപ്പറ്റി കാര്യമായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു ബാച്ചിൽ ബിഎഡിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചപ്പോ കക്ഷിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഒന്ന് സെമിനാർ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ എടുക്കാമോ എന്ന് ചോദിച്ചു. ഗ്രൂപ്പായിട്ട് 4 പേരായിട്ടോ അല്ലെങ്കിൽ 4 എന്നുള്ളത് 8 പേരായിട്ട് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ സെമിനാർ ആയിട്ട് എടുക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കേൾക്കാൻ പറ്റും, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് കേൾക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ അറിയിച്ചു. ഞാൻ ആ ലിങ്ക് അങ്ങ് ഷെയർ ചെയ്തിട്ടേക്കാം. PFA എടുക്കാറാകുമ്പോൾ PFAയുടെ ലിങ്ക് ഇട്ടേക്കാം. PFA ശരിക്കും ഫസ്റ്റ് പാർട്ട് എടുക്കുമ്പോൾ തന്നെ എടുക്കേണ്ടതായിരുന്നു, അതെടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാം, PFA സ്റ്റാർട്ട് ചെയ്യാം, ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ സെമിനാർ എടുക്കാൻ, ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ പ്രിപ്പയർ ആണെങ്കിൽ ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ വന്നോളൂ. ഓക്കെ, ഫൈൻ. സൈൻ ഔട്ട് ഉണ്ടോ? യെസ് പ്ലീസ്. ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. 2 പേരും മിസ് പറയണോ? പറഞ്ഞോ, 2 പേരും പറഞ്ഞു. കുഴപ്പമില്ല, അവര് പറഞ്ഞോട്ടെ. ഞാൻ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത പറയാന്ന് വിചാരിച്ചു. ഇന്ന് മെയ് 2. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക ട്യൂണ ദിനം എന്ന് പറയും. ഒരു തരം മീനാണ്, എല്ലാവരും കഴിക്കുന്ന മീൻ. പാവങ്ങളുടെ സ്രാവിന് ഒരു ദിനം എന്നാണ് ഇന്നത്തെ ദിവസം അറിയപ്പെടുന്നത്. ഒരു കാലത്ത് സാധാരണക്കാർക്ക് വരെ മേടിക്കാൻ പറ്റില്ലാത്ത സൈസിലുള്ള വിലയുള്ള സൈസ് മീനായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്, പാവങ്ങളുടെ മീൻ എന്നും പറഞ്ഞ്. ലോകമെങ്ങും $40 ബില്യൺ ബിസിനസ് ഈ മത്സ്യത്തെ ആശ്രയിച്ച് നടക്കുന്നു. അന്ധമായ രീതിയിലുള്ള മത്സ്യബന്ധനം ഈ മത്സ്യങ്ങളുടെ ലഭ്യത കുറയ്ക്കുന്നു. നമ്മുടെ നാട്ടിൽ ചൂര, ട്യൂണ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മത്സ്യം ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷയിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആഗോള ഭക്ഷ്യസുരക്ഷ, സമ്പദ് വ്യവസ്ഥ, സമുദ്ര ആവാസ വ്യവസ്ഥ തുടങ്ങിയവയിൽ ട്യൂണ മത്സ്യങ്ങൾ നൽകുന്ന വലിയ പങ്കിനെ ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് ട്യൂണ ദിനം ആചരിക്കുന്നത്. 2016 ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. ലോകമെമ്പാടും ഊഷ്മളമായ കാലാവസ്ഥയുടെ സമുദ്രജലത്തിൽ ട്യൂണ മത്സ്യങ്ങൾ ധാരാളമായി വളരുന്നു. വേഗത്തിൽ നീന്തുന്ന ദേശാടന മത്സ്യങ്ങളാണ് ട്യൂണ. B12 ധാതുക്കൾ, പ്രോട്ടീൻ, omega-3 തുടങ്ങിയവയുടെ കലവറയാണ് ഈ മത്സ്യം. $40 മില്യൺ വരുന്നതാണ് ട്യൂണയുടെയും അതിനെ ഉപയോഗിച്ചുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ലോക വിപണി. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. താങ്ക് യു മാം. ഓക്കെ, അമ്പിളി എന്തോ ഷെയർ ചെയ്യാനില്ലേ? പറഞ്ഞോളൂ, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. മേഡം ടൈം ആയില്ലേ മേഡത്തിന്? എനിക്കിനി ക്ലാസ് ഇല്ല, കുറച്ച് പണികളുണ്ട്, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. 2 മിനിറ്റ്സിലേ എടുക്കുള്ളൂ. ഞാൻ സൈൻ ഔട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കിന്ന് മാഡത്തിന്റെ ക്ലാസ് കണ്ടപ്പോ മാഡത്തിനെ കുറിച്ചിട്ട് പറയാനാണ് തോന്നിയത്. ഉള്ളൊരു
സൈക്കോളജി ക്ലാസ് ഇപ്പൊ നമ്മള് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പോണ ആൾക്കാരാണല്ലോ നമ്മളെ. അപ്പോ അവരെ ഞാനിങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് സൈക്കോളജി നമുക്ക് ചാപ്റ്റർ ഉണ്ടെങ്കിലും അതിൽ നമ്മളിപ്പോ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പൊ നമ്മളിത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോന്ന് ഞാനിങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ നമുക്കിപ്പോ ഈ കുറഞ്ഞ ഈ 1 മണിക്കൂർ നേരത്തെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ഇതിന്റെ പരിമിതികളുണ്ട്. നമുക്ക് ഒരു കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യാം? അപ്പൊ അതിന് നമുക്കൊരു പ്രാക്ടിക്കൽ ക്ലാസ് അങ്ങനെ നമുക്ക് ഉണ്ടാവാൻ പറ്റുമോ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അതിനുള്ള ഉത്തരവ് മാഡം പറഞ്ഞു തന്നു, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു വിവരം കിട്ടുമ്പോ അതിന് കണക്റ്റ് ആയിട്ട് അടുത്ത കാര്യം പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം മാഡത്തിന്. അപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്റ്റ് ആയിട്ട് അടുത്ത കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ഒരു ദിവസം മുഴുവനായിട്ടും പറഞ്ഞാലും തീരാത്ത കുറെ കാര്യങ്ങൾ അറിയാം. അപ്പൊ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പറയണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുക്ക് നോക്കി പഠിച്ചിട്ട് പറയണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കാര്യമാണ് പറഞ്ഞത്, അങ്ങനെ ഉണ്ട്. പക്ഷെ ഇതിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടൊന്നും ആവില്ല. എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ മാഡത്തിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് കേട്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു താങ്ക് യു. ശ്രീലക്ഷ്മി മിസ്. എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഞാൻ കുറച്ച് ചൈൽഡ് സൈക്കോമെട്രിക് ടെസ്റ്റിങ്ങിന്റെ ഒരു കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞു. പക്ഷെ ഞാനത് ഒന്നുകൂടെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനത് എനിക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു തരാം. നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ്, ശരിയാണ്, സംഭവിച്ചു. പക്ഷെ നമ്മൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കത് കൂടുതൽ നമുക്ക് ഈ ക്ലാസ് അല്ലാതെ നമ്മൾ ഈ ചാപ്റ്റർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇതിനോടൊരു ഇതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. താങ്ക് യു മാഡം. ഓക്കെ, ബൈ. മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ. അതെ, പ്ലെയിൻ റെക്കോർഡ് കിട്ടിയില്ലെങ്കിലും ഒരു ഭാഗം പ്ലെയിനും ഒരു ഭാഗം ലൈനും ഉള്ളത് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, കിട്ടുന്ന പോലെ ചെയ്യും. ഈ പിക്ചർ ഒട്ടിക്കുമ്പോ ലൈൻ ഇങ്ങനെ കണ്ടാൽ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.